ബാർക്കോഴ ബാർക്കോഴ കോഴമാണി കോഴമാണി മാണി മാണി ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ നിയമസഭയിലേക്ക് വന്നാൽ സംഗതിയാകെ പ്രശ്നമാകും. അതുണ്ടാക്കുന്ന എല്ലാ പ്രത്യാഘാതങ്ങൾക്കും ഉമ്മൻചാണ്ടിയും മാണിയും ചെന്നിത്തലയും ആയിരിക്കും ഉത്തരവാദികൾ. കെ എം മാണി ഇനി അരനിമിഷം പോലും അധികാരം തുടരാനുള്ള അർഹതയില്ല. അല്ല, UDF അഴിമതിക്കെതിരായിട്ടുള്ള സമരം തന്നെയാണല്ലോ അവിടെ നടന്നത്. അത് അന്ന് UDF ഗവൺമെൻറ് അഴിമതിയിൽ മുങ്ങി നിൽക്കുന്ന ഒരു ഗവൺമെൻറ്റായിരുന്നു. ആ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള സമരമാണ് നിയമസഭയിൽ നടന്നത്. അവർ കെ എം മാണിയാണ് തടഞ്ഞത്. കെ എം മാണി അകത്ത് കയറി വരുന്നതിന് ഇനി അതിൽ വെള്ളം ചേർക്കണം എന്തിനാ? അപ്പം അത് അന്ന് നടത്തിയത് ഈ സമരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തെറ്റാണ് എന്ന് അവര് മാപ്പ് പറഞ്ഞ് അത് പിൻവലിക്കാൻ തയ്യാറാകട്ടെ. ആദ്യം കെ എം മാണി വിശുദ്ധനാണ് CPM-ന് ഇപ്പോൾ. സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുമ്പോൾ ഇടയ്ക്കിറങ്ങി വന്ന് സെക്രട്ടറിയുടെ ചുമതല വഹിക്കുന്ന വിജയരാഘവൻ തന്നെ അക്കാര്യം മാധ്യമങ്ങളോട് പറഞ്ഞു. നമ്മളത് കേട്ടു. മാണി സാറിൻ്റെ പേരെ സർക്കാർ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞിട്ടില്ല എന്നാണ് CPM-ന്റെ വാദം. മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന കുഴപ്പങ്ങളാണിത്, അതല്ലാതെ മറ്റൊന്നുമില്ല എന്ന്. പക്ഷേ നിയമസഭയിലെ സ്പീക്കർ ഡയസിലെ ദൃശ്യങ്ങൾ CPM-നെ പരിഹസിക്കുന്നവയായിട്ട് നാട്ടുകാരെല്ലാവരും ഇപ്പോഴും കാണുന്നുണ്ട്. മാണി കള്ളനാണ് എന്ന് പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ തൊട്ട് സാധാ അണിവരെ പറഞ്ഞിരുന്നതാണ്. അതെല്ലാവർക്കും അറിയാം. ഓർമ്മയിൽ നിന്ന് പോകാൻ സമയമായിട്ടുമില്ല. എന്നിട്ടും എന്താണ് CPM നഗ്നമായിട്ട് നാട്ടുകാരോട് ഇപ്പോൾ മാറ്റിപ്പറയുന്നത്? ജോസ് കെ മാണിക്കും പാർട്ടിക്കും ഇപ്പോഴത്തേതല്ലാത്ത, ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളതല്ലാത്ത ഒരു വഴി ഇക്കാര്യത്തിലില്ലേ? ഇതാണ് ചർച്ച. സ്വാഗതം. CPM നേതാവ് MLA ശ്രീ PP ചിത്തരഞ്ജൻ ആലപ്പുഴയിൽ നിന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കും. അഡ്വക്കേറ്റ് അജയകുമാർ നിയമവിദഗ്ധൻ നമുക്കൊപ്പം സ്റ്റുഡിയോ ഫ്ലോറിലുണ്ട്. ശ്രീ N ശ്രീകുമാർ രാഷ്ട്രീയ നിരീക്ഷകനും മാധ്യമപ്രവർത്തകനും തൃശ്ശൂരിൽ നിന്നാണ് അദ്ദേഹമുള്ളത്. ശ്രീ PC ജോർജ് കോട്ടയത്ത് നിന്ന് അല്പസമയത്തിന് ശേഷം ഈ ചർച്ചയിൽ ചേരും. ആദ്യം ശ്രീ അഡ്വക്കേറ്റ് അജയകുമാർ, ഇവിടെ സത്യവാങ്മൂലത്തിലൊന്നും അങ്ങനെയൊരു പേരില്ല, അഭിഭാഷകൻ KM മാണിയുടെ പേരേ പറഞ്ഞിട്ടില്ല എന്നാണ് ഈ സംഭവങ്ങളിൽ CPM-ൻ്റെയും ചുവട് പിടിച്ച് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ ജോസ് കെ മാണിയുടെയും വാദം. ഇവിടെ ഈ നിയമസഭാ കയ്യാങ്കളി കേസ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഹൈക്കോടതിയിൽ നിന്ന് സർക്കാരിനെതിരായിട്ടുള്ള വിധി ഉണ്ടായതാണ്. സുപ്രീം കോടതിയിലേക്ക് പോയി. സുപ്രീം കോടതി ആ കേസ് പരിഗണിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എന്തിനായിരുന്നു സമരം എന്ന് ചോദിച്ചാൽ സ്വാഭാവികമായിട്ടും KM മാണിക്കെതിരായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അഴിമതി സംഭവത്തിനെതിരായിട്ടുള്ള സമരമാണ് എന്ന കാര്യം അവർക്ക് ബോധ്യപ്പെടുത്തേണ്ടതായി വരില്ലേ? വളരെ ബാലിശമായൊരു വാദമല്ലേ CPM-ഉം ജോസ് കെ മാണിയാണെങ്കിലും മുന്നോട്ട് വെക്കുന്ന KM മാണിയുടെ പേരേ പറഞ്ഞിട്ടില്ല എന്ന വാദം? ഹലോ, കേൾക്കാമോ? താങ്കൾക്ക് പറയാം. കേൾക്കാം. ഇത് CRPC 321 വകുപ്പ് അനുസരിച്ച് ഒരു പ്രോസിക്യൂഷൻ പിൻവലിക്കുന്നതിന് പബ്ലിക് പ്രോസിക്യൂട്ടർ നൽകിയ ഹർജി ഇതിൻ്റെ ട്രയൽ കോടതി അത് നിലനിൽക്കത്തക്കതല്ല എന്ന് കണ്ട്, പിൻവലിക്കത്തക്ക കേസല്ല എന്ന് കണ്ട് തള്ളുകയും അതിനെതിരെയുള്ള അപ്പീലിൽ ഹൈക്കോടതി അത് ആ കീഴ്ക്കോടതി ഉത്തരവ് ശരിവയ്ക്കുകയും ചെയ്തതിന് മുകളിൽ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിട്ടുള്ള ഹർജിയാണ്. ഈ ഹർജിയുടെ വാദം കേൾക്കുമ്പോൾ തന്നെ മാധ്യമ റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത് എന്തിനാണ് ഈ പ്രതിഷേധം എന്ന് ചോദിച്ചപ്പോൾ അഴിമതിക്കെതിരെ ഉള്ള പ്രതിഷേധമായിരുന്നു എന്ന് സർക്കാരിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ പറഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും അന്ന് പത്രമാധ്യമങ്ങളിലും എല്ലാം പറഞ്ഞിരുന്നത് അഴിമതിക്കാരനായ ധനമന്ത്രിക്കെതിരെ, കോഴക്കാരനായ ധനമന്ത്രിക്കെതിരെ നടത്തിയ അദ്ദേഹം ബഡ്ജറ്റ് അവതരിപ്പിച്ചാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളായിരിക്കും ഇത് എന്ന് മുൻകൂട്ടി പ്രവചിച്ചതിന് ശേഷം നടത്തിയ അക്രമങ്ങളാണ്. ഇതിൻ്റെ അകത്ത് ഇത് സമൂഹത്തിൽ അനുവദിക്കത്തക്കതാണോ? ഈ കേസ് പിൻവലിച്ച് ഇതിൽ കുറ്റവാളികളായി ഇപ്പോൾ നിലനിൽക്കുന്ന MLA-മാരെയും മറ്റും വിചാരണ കൂടാതെ വിട്ടയക്കണമോ എന്നുള്ളതാണ് ഇന്നിലുള്ള നിയമപ്രശ്നം.
ഇപ്പോൾ എന്തു തന്നെ ആയിരുന്നാലും ഇത് ഒരു ക്രിമിനൽ സ്വഭാവമുള്ള വിചാരണ നേരിടേണ്ട കേസാണ് എന്നാണ് 2 കോടതികൾ വിധിച്ചിരിക്കുന്നത്. അതിന് മുകളിൽ ഇപ്പോൾ സുപ്രീം കോടതിയിൽ അല്ല, ഇത് നിയമസഭയിൽ ഞങ്ങളുടെ നിയമസഭാ സാമാജികരുടെ അഴിമതിക്കെതിരെയുള്ള പ്രതികരണത്തിൻ്റെ ഭാഗമായി നടന്നിട്ടുള്ളത് കൊണ്ട് ഞങ്ങളെ വിചാരണയിൽ നിന്ന് ഒഴിവാക്കണം എന്നുള്ള വാദവുമായി ആണ് ഈ സർക്കാർ നിൽക്കുന്നത്. സർക്കാർ ഭാഗത്ത് ഇപ്പോൾ നിൽക്കുന്ന ആളുകളാണ് പ്രതി. അതുകൊണ്ട് തന്നെ സർക്കാരിന് ഇതിൻ്റെ ബാധ്യത വരുന്നു. അതുകൊണ്ട് അവർ അവിടെ സുപ്രീം കോടതിയിലേക്ക് പോയി ഹർജി നൽകി ആ വിധി അത് അസ്ഥിരപ്പെടുത്തി, ഹൈക്കോടതിയുടെയും കീഴ്ക്കോടതിയുടെയും വിധികൾ അസ്ഥിരപ്പെടുത്തി എടുക്കുവാനാണ് ശ്രമിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു നിയമപ്രശ്നം 321 എന്ന് പറയുന്ന വകുപ്പ് പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് ചില അത്യന്താപേക്ഷിതമായ ഘട്ടങ്ങളിൽ നീതി നിർവഹണത്തിൻ്റെ ഭാഗമായി ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ഈ പ്രോസിക്യൂഷൻ പിൻവലിക്കുവാൻ ഉള്ള അവകാശം നൽകുന്ന ഒരു ഹർജിയാണ്. ആ ഹർജി അനുവദിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് തീർച്ചയായിട്ടും കേസിൻ്റെ സാഹചര്യങ്ങളും അതിൻ്റെ ഗൗരവവും കണക്കിലെടുത്തുകൊണ്ട് കോടതിയാണ്, വിചാരണ കോടതിയാണ് ആദ്യം തീരുമാനിക്കേണ്ടത്. ആ വിചാരണ കോടതി ഈ ഹർജി അനുവദിക്കത്തക്കതല്ല എന്ന് കണ്ടു. അപ്പോൾ ഇവർ വിചാരണ നേരിടേണ്ട ഒരവസ്ഥ വന്നപ്പോഴാണ് അപ്പീലും ഇപ്പോൾ സുപ്രീം കോടതിയിലെ ഹർജിയും നിലനിൽക്കുന്നത്. ഈ അവസരത്തിലാണ് അതിപ്രസക്തമായ ഒരു ചോദ്യം സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായതായി നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് എന്തിനായിരുന്നു ഈ കയ്യാങ്കളി എന്നുള്ളത്. ഇവിടെ പ്രതിഷേധിക്കുവാനുള്ള അവകാശം ഇന്ത്യൻ പൗരന് അവകാശപ്പെട്ടതാണ്, അതിന് യാതൊരു തർക്കവുമില്ല. രാഷ്ട്രീയക്കാരാവുമ്പോൾ അവർക്ക് പ്രതിഷേധിക്കാനായിട്ട് പല പല മാർഗങ്ങളുണ്ട്. പക്ഷേ ആ നിയമസഭയിൽ ഈ ലോകം മുഴുവൻ കണ്ട ഈ കയ്യാങ്കളിക്കും ഈ അക്രമങ്ങൾക്കും ആ പ്രതിഷേധത്തിൻ്റെ പ്രൊട്ടക്ഷനിൽ നിന്നുകൊണ്ട് അവർക്ക് രക്ഷപ്പെടാൻ കഴിയില്ല എന്നൊരു സന്ദേശമാണ് സുപ്രീം കോടതി ഇപ്പോൾ നൽകിയിട്ടുള്ളത്. അത് തെറ്റായ സന്ദേശം ഈ സമൂഹത്തിന് നൽകും എന്നുള്ളതാണ് സുപ്രീം കോടതിയുടെ ആദ്യ പ്രതികരണങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ശരി, ഞാൻ തിരിച്ചു വരാം അഡ്വക്കേറ്റ് രാജകുമാർ താങ്കളിലേക്ക്. ശ്രീ പി ചിത്തരഞ്ജനുണ്ട് നമ്മോടൊപ്പം, ശ്രീ എൻ ശ്രീകുമാറുമുണ്ട്. ശ്രീ ചിത്തരഞ്ജൻ, ഇവിടെ എന്തിനായിരുന്നു ഈ അക്രമ സംഭവങ്ങൾ, ഈ കയ്യാങ്കളി നിയമസഭയ്ക്കകത്ത് നടന്നത് എന്ന് ചോദിച്ചാൽ ഇതൊരു പ്രതിഷേധ സമരത്തിൻ്റെ ഭാഗമായിരുന്നു എന്ന് തന്നെ മറുപടി പറയേണ്ടി വരും. ആർക്കെതിരെയായിരുന്നു പ്രതിഷേധം? KM മാണിക്കെതിരെയായിരുന്നു. സ്വാഭാവികമല്ലേ അത്? മാണിയുടെ പേരേ പറഞ്ഞിട്ടില്ല ഞങ്ങൾ എന്ന് CPM സർക്കാരും വാദിച്ചാൽ അതെങ്ങനെയാണ് ശരിയാവുക? പരിഹാസ്യമായൊരു വാദമാവുകയില്ലേ അത്? ശ്രീ ചിത്തരഞ്ജൻ, കഴിഞ്ഞ UDF ഗവൺമെന്റ് സമ്പൂർണമായി അഴിമതി നിറഞ്ഞൊരു ഗവൺമെന്റ് ആയിരുന്നു. ആ ഗവൺമെന്റിന്റെ അവസാന ഘട്ടത്തിലേക്ക് വന്നപ്പോ കടും വെട്ടാണ് UDF ഗവൺമെന്റിന്റെ അന്നത്തെ മന്ത്രിമാരിൽ പലരും നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ UDF സർക്കാരിന്റെ അഴിമതിക്കെതിരായ അതിശക്തമായിട്ടുള്ള പോരാട്ടം അകത്തും പുറത്തും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടത്തിയിട്ടുണ്ടായി. ആ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടത്തിയിട്ടുള്ള സമരത്തിന്റെ ഭാഗം തന്നെയായിരുന്നു അന്ന് നിയമസഭയിൽ ഉണ്ടായിട്ടുള്ള പ്രതിഷേധം. ആ പ്രതിഷേധം KM മാണി എന്ന വ്യക്തിക്കെതിരായിട്ടുള്ള പ്രതിഷേധമല്ല, UDF സർക്കാരിന്റെ അഴിമതിക്കെതിരായിട്ടുള്ള പ്രതിഷേധമായിരുന്നു. അതാണ് ഇന്നിപ്പോ KM മാണിയെ അഴിമതിക്കാരെന്ന് പറഞ്ഞുകൊണ്ട് ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ ഗവൺമെന്റ് അഫിഡേറ്റ് കൊടുത്തിരിക്കുന്നു എന്ന നിലയിൽ വ്യാഖ്യാനിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ആ ഗവൺമെന്റിന്റെ കാലത്ത് അഴിമതി ഉണ്ടായിരുന്നു എന്നുള്ളത് പകലുപോലെ വിളിച്ചിട്ട് വന്നിട്ടുള്ളതല്ലേ. നിരവധി സംഭവങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട്, പാർക്കോഴയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവർ തന്നെ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ നടന്ന UDF ഗവൺമെന്റിന്റെ കാലത്ത് നടന്നിട്ടുള്ള അഴിമതിയെ സംബന്ധിച്ചിടത്തോളം ആരെങ്കിലും ന്യായീകരിക്കാൻ തയ്യാറായിട്ടുണ്ടോ? അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ അന്നത്തെ എക്സൈസ് മന്ത്രിക്കെല്ലാം എതിരായി ഉയർന്നു വന്നിട്ടുള്ള ആക്ഷേപങ്ങൾ നമുക്കെല്ലാം അറിയുന്നതല്ലേ. കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് തന്നെ ആക്ഷേപങ്ങൾ ഉയർന്നിട്ടില്ലേ? അതെ, അതൊന്നും നമുക്ക് ഓർമ്മയുണ്ട് ചിത്തരഞ്ജൻ. ഒരുപാടായിട്ടില്ലല്ലോ നടന്നിട്ട്. അവിടെ ഈ കഴിഞ്ഞ UDF സർക്കാരിൻ്റെ കാലത്ത് കടുംവെട്ടാണ് പല മന്ത്രിമാരും നടത്തിയത്. അതിലേറ്റവും കടുംവെട്ട് നടത്തിയത് KM മാണി ആണ്. അക്കാര്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സഭയ്ക്കകത്തും പുറത്തും പറഞ്ഞ നാട്ടുകാർക്ക് ഓർമ്മയുണ്ട്. പിന്നെ എന്തിനാണ് ഇപ്പോൾ മാണിയെ വിശുദ്ധനാക്കാൻ പോകുന്നത്? മാണിയെ കടുംവെട്ട് നടത്തിയ മന്ത്രിമാരിൽ ഒരാളല്ലേ?
അല്ല, UDF ഗവൺമെന്റിൽ അന്ന് ആരൊക്കെ പങ്കാളികളാണോ അല്ലെങ്കിൽ UDF ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളമാണ്, അതിനകത്തൊരു വ്യക്തി എന്നുള്ള നിലയിലല്ല, UDF ഗവൺമെന്റ് നയത്തെ സംബന്ധിച്ചിടത്തോളമാണ് ഞങ്ങൾ ചേർത്തിട്ടുള്ളത്. അല്ല, അങ്ങനെയാണെങ്കിൽ ശ്രീ ചിത്തരഞ്ജൻ ഇപ്പോൾ എക്സൈസ് മന്ത്രിയുടെ കാര്യം പറഞ്ഞല്ലോ, എന്തിനാണ് അത് UDF സർക്കാർ ആകപ്പാടെ ചെയ്തതല്ലേ, എന്തിനാണ് കെ ബാബുവിനെ മാത്രമായിട്ട് എതിർക്കുന്നത്? അല്ല, അദ്ദേഹത്തെ മാത്രമല്ല എതിർത്തിട്ടുള്ളത്. അടൂർ പ്രകാശിനെതിരായിട്ട് ഞങ്ങൾ ശക്തമായ രംഗത്ത് വന്നിട്ടില്ലേ? ശിവകുമാറിനെതിരായിട്ട് ഞങ്ങൾ രംഗത്ത് വന്നിട്ടില്ലേ? ഏത് മന്ത്രിമാർക്കെതിരായിട്ടാണ്? ആ UDF ഗവൺമെന്റ് കാലഘട്ടത്തിൽ വിവിധ വകുപ്പുകൾ കൈകാര്യം ചെയ്തിരുന്ന മന്ത്രിമാർ നടത്തിയിട്ടുള്ള പല അഴിമതികളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പുറത്തുവിട്ട് വന്നിട്ടുണ്ട്. ഞാൻ സമരം ചെയ്തിട്ടുണ്ടല്ലോ, അകത്ത് പുറത്ത് സമരം ചെയ്തിട്ടുണ്ട്. ആ സമരത്തിന്റെ ഭാഗമായി തന്നെയാണ് അവസാനത്തെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന വേളയിൽ ഉണ്ടായിട്ടുള്ള സംഭവവികാസങ്ങൾ. പിന്നെ അവിടെ സംശയം നമുക്ക് വരുന്നത്, ഇതുമായി ബന്ധപ്പെട്ട് CPM-ന്റെ വിശദീകരണം വരുമ്പോൾ സംശയം വരുന്നത്, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പിന്നെ എങ്ങനെയാണ് KM മാണിയെ മാത്രമായിട്ട് അഴിമതിക്കാരനല്ല എന്നൊരു നിലപാട് നിങ്ങൾക്ക് സ്വീകരിക്കാനാവുക എന്നതാണ്. ഞങ്ങൾ പറഞ്ഞില്ലല്ലോ, ഞങ്ങൾ എന്താ പറഞ്ഞത്? ആ ഗവൺമെന്റ് അഴിമതിയിൽ മുങ്ങിക്കുളിച്ചാണ്. അതിനകത്ത് ആരൊക്കെ പങ്കാളികളായിരുന്നു അവർക്കെല്ലാം ബന്ധം ഉണ്ടാക്കാം, അതൊക്കെ തർക്കമില്ലല്ലോ. ഇത് ആ പാർട്ടി തന്നെ, കേരള കോൺഗ്രസ് പാർട്ടി തന്നെ UDF ഗവൺമെന്റ് അഴിമതി നിറഞ്ഞ ഗവൺമെന്റ് ആയിരുന്നു എന്നും ബോധപൂർവം KM മാണിയെ അതിനകത്ത് കുരുക്കുവാൻ വേണ്ടിയാണ് കോൺഗ്രസിലെ ചില നേതാക്കന്മാർ ശ്രമിച്ചിട്ടുള്ളതെന്നും ആ പാർട്ടിയുടെ ചെയർമാനായിട്ടുള്ള ശ്രീ ജോസ് കെ മാണിയും അതുപോലെ കേരള കോൺഗ്രസിലെ നേതാക്കന്മാരായിട്ടുള്ള വിവിധ നേതാക്കന്മാരും വിവിധ ചാനലുകളുടെ ചർച്ചകളിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞിട്ടുള്ളതെല്ലാം നമ്മൾ കേട്ടിട്ടുള്ളതല്ലേ? അപ്പൊ രാഷ്ട്രീയമായി എതിർചേരിയിൽ നിന്ന ഘട്ടത്തിൽ ഒരു ഗവൺമെന്റിനെതിരായി നടത്തിയിട്ടുള്ള സമരത്തിൽ ആ സമരത്തിന്റെ ഭാഗമായിട്ട് മാത്രമാണ് മാണി സാർ വരുന്നത്. അദ്ദേഹത്തിന്റെ പാർട്ടി അടക്കം ആ ഗവൺമെന്റിനെ, ആ മുന്നണിയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഇടതുപക്ഷ മുന്നണിയുമായി സഹകരിച്ച് വളരെ മെച്ചപ്പെട്ട നിലയിലേക്ക് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുകയും കേരളത്തിലെ ഗവൺമെന്റിന്റെ മൂന്നാമത്തെ പാർട്ടി എന്നുള്ള നിലയിൽ ഗവൺമെന്റിന് നേതൃത്വപരമായി പങ്കുവഹിച്ച് ആ പാർട്ടി നിലകൊള്ളുകയും ചെയ്യുകയാണ്. എന്തുമാത്രമല്ല, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ യോജിച്ചാദ്യം മത്സരിച്ച് വലിയ ഒരു സംശയവുമില്ല, വലിയ മുന്നേറ്റം ഉണ്ടാക്കാനായിട്ടുണ്ട്, ഒന്നിച്ചാണ് നിൽക്കുന്നത്. പക്ഷേ ശ്രീ ചിത്തരഞ്ജൻ, എനിക്ക് ഒന്നുകൂടെ വ്യക്തത വേണ്ടിയിട്ടാണ്. അതായത് കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്ത് കടുംവെട്ടാണ് പല മന്ത്രിമാരും നടത്തിയത്. UDF ആകപ്പാടെ തന്നെയും അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുകയായിരുന്നു. ആ മന്ത്രിമാരിൽ ഒരാളാണ് KM മാണി. KM മാണി അഴിമതിക്കാരനാണ് എന്ന നിലപാടിൽ, അന്ന് ഉയർത്തിയ നിലപാടിൽ ഇപ്പോഴും മാറ്റമൊന്നുമില്ല, പിന്നോട്ട് പോയിട്ടില്ല എന്നല്ലേ താങ്കൾ പറയുന്നത്? UDF ഗവൺമെന്റിനെ സംബന്ധിച്ച് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. KM മാണി എന്നുള്ള വ്യക്തിയെ സംബന്ധിച്ചല്ല. KM മാണി അഴിമതിക്കാരനല്ല, പരേതനായ ശ്രീ KM മാണി അഴിമതി നടത്തിയതോ അല്ല. KM മാണി അഴിമതിക്കാരനല്ല എന്നാണ്. KM മാണി അഴിമതിക്കാരനല്ല, UDF സർക്കാർ. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അഴിമതിക്കാരൻ എന്നുള്ള നിലയിൽ വ്യക്തിപരമായിട്ടല്ല ഞങ്ങൾ ആക്ഷേപിച്ചിട്ടുള്ളത്. ആ ഗവൺമെന്റിന്റെ കാലത്ത് നടന്നിട്ടുള്ള അഴിമതികളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൂട്ടുത്തരവാദിത്വം അദ്ദേഹത്തിനും ഉണ്ടാകാം. ഞാനൊരു നിമിഷം ഈ BS അച്യുതാനന്ദൻ പറഞ്ഞ വാക്കുകൾ എനിക്ക് കേൾപ്പിക്കാൻ പറ്റും. അതായത് അക്കാലത്ത് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ തൊട്ട് DYFIയുടെ പ്രാദേശിക നേതാക്കൾ വരെയും കോഴ, കരിങ്കോഴക്കൽ മാണി, കോഴക്കാരൻ, കള്ളൻ, കള്ളക്കടത്തുകാരൻ, നോട്ടെണ്ണുന്ന പണം വീട്ടിൽ വെച്ചിട്ട് അഴിമതി നടത്തുന്ന ആളുകൾ, ബജറ്റ് വിൽക്കുന്ന നേതാവ്, പറഞ്ഞ വാക്കുകൾക്ക് വല്ല അറ്റവും ഉണ്ടോ ശ്രീ ചിത്തരഞ്ജൻ? എനിക്കും താങ്കൾക്കും എല്ലാം അറിയാവുന്നതല്ലേ, ഇതൊരു 10-30 കൊല്ലം മുമ്പുള്ള കാര്യങ്ങളല്ലല്ലോ. മാണി സാറിനെ ഈ സംശയത്തിന്റെ മുൾമുനയിലും അല്ലെങ്കിൽ മാണി സാറിനെതിരായി ഒരു പൊതുവികാരം ഉണ്ടാക്കാൻ കഴിയുന്ന നിലയിലേക്കും അദ്ദേഹത്തെ കെണിയിലാക്കിയത് കോൺഗ്രസ് തന്നെ ആയിരുന്നുവെന്നും കോൺഗ്രസിലെ ചില നേതാക്കന്മാർ നടത്തിയ ബോധപൂർവമായ പ്രവർത്തനം കൊണ്ടാണ് സമൂഹ മധ്യത്തിൽ അദ്ദേഹം തെറ്റിദ്ധരിക്കപ്പെടാൻ ഇടയായെന്നും അദ്ദേഹത്തെ ഈ വാർ കേസുമായി ബന്ധപ്പെടുത്തി തന്നെ കൊണ്ടുവന്നതിന്റെ പിന്നിൽ കോൺഗ്രസ് രാഷ്ട്രീയമാണ് ഉള്ളത് എന്നും ആ പാർട്ടിയുടെ നേതാക്കന്മാർ തന്നെ നിങ്ങളെയൊക്കെ ചാനലുകളിൽ വന്നിരുന്ന് നിങ്ങൾ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഇതിനേക്കാൾ കട്ടിയോടുകൂടെ അവരോട് ചോദിച്ചപ്പോൾ അവരൊക്കെ എന്താ പറഞ്ഞിട്ടുള്ളത്? ആ സന്ദർഭങ്ങളിൽ നിങ്ങൾ ആ കട്ടി അതുകൊണ്ട് എടുക്കൂ. അല്ല, അതായത് ആ വാദം താങ്കളുടെ സമ്മതിക്കുന്നു. അതായത് അത് ജോസ് കെ മാണിയും പറഞ്ഞ കാര്യമാണ്. അതായത് ഈ കോൺഗ്രസിനകത്ത് നിന്ന്, UDF-നകത്ത് നിന്ന് തന്നെയാണ് അദ്ദേഹത്തെ ഉപദ്രവിക്കാനുള്ള ശ്രമം നടന്നത്. താങ്കൾ ഇപ്പോൾ പറഞ്ഞു സമൂഹ മധ്യത്തിൽ തെറ്റിദ്ധരിക്കപ്പെടുന്ന നിലയിലേക്ക് എത്തി. അങ്ങനെ സമൂഹ മധ്യത്തിൽ ഉണ്ടായ പൊതു തെറ്റിദ്ധാരണ CPM-ന് ഉണ്ടായതുകൊണ്ടാണ് CPM നേതാക്കൾ, BS അച്യുതാനന്ദൻ തൊട്ടിങ്ങോട്ടുള്ള എല്ലാ നേതാക്കളും അദ്ദേഹത്തെ കള്ളനും അഴിമതിക്കാരനും എന്നൊക്കെ വിളിച്ചത്. ഇപ്പോൾ ഞങ്ങളതിൽ ഖേദിക്കുന്നു എന്നാണോ ഈ പറയുന്നതിൽ അർത്ഥം? ഞാൻ ഖേദിക്കുന്നു എന്നല്ലല്ലോ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഒരു ഗവൺമെന്റിനെ നയിക്കുന്ന മുന്നണിക്ക്, പാർട്ടി ഒരു മുന്നണിയെ നയിക്കുന്ന പാർട്ടി, ഇപ്പോ CPM നയിക്കുന്ന ഒരു മുന്നണിയാണ് കേരളം ഭരിക്കുന്നത്. ആ മുന്നണിയുടെ നയിക്കുന്ന CPM നേതാക്കന്മാർ ഘടക പാർട്ടിയുടെ ഏതെങ്കിലും ഒരു മന്ത്രിക്കെതിരായി സംശയം ഉളവാക്കുന്ന നിലയിൽ, ജനങ്ങളിൽ തെറ്റിദ്ധാരണ ഉളവാക്കുന്ന നിലയിൽ കാര്യങ്ങൾ പ്രചരിപ്പിച്ചാൽ സ്വാഭാവികമായി മറ്റുള്ളവർ ഏറ്റുപിടിക്കില്ലേ? അത് രാഷ്ട്രീയമല്ലേ?
അപ്പൊ പ്രതിപക്ഷം എന്നുള്ള നിലയിലേക്ക് ഭരണകക്ഷി തന്നെ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു വലിയ പ്രശ്നത്തെ പ്രതിപക്ഷം പിന്നെ ഉപയോഗിക്കാതിരിക്കാൻ കഴിയുമോ? രാഷ്ട്രീയമാണത്. ആ രാഷ്ട്രീയ സന്ദർഭത്തിൽ ഞങ്ങൾ മുദ്രാവാക്യം വിളിച്ചു കാണും, ഞങ്ങൾ സമരം ചെയ്ത് കാണും, ഞങ്ങൾ സംസാരിച്ചു കാണും. പക്ഷെ അതിന്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദികൾ ആര് എന്നുള്ളത് പരിശോധിക്കുമ്പോഴാണ് കേരള കോൺഗ്രസ് പാർട്ടി തന്നെ പറഞ്ഞിട്ടുണ്ട്, കോൺഗ്രസിലെ ഒരു വിഭാഗമാണ് പരേതരായ കെ.എം. മാണി സാറിനോട് നീതി കാണിക്കാതിരുന്നത്, അദ്ദേഹത്തെ മോശക്കാരനാക്കിയത്, അദ്ദേഹത്തിനെ മാനസികമായി തകർത്തത്, അതുകൊണ്ടാണ് ഈ മുന്നണിയുമായിട്ടുള്ള ബന്ധം ഞങ്ങൾ വിച്ഛേദിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ഞങ്ങളോടൊപ്പം സഹകരിക്കാൻ വരുവാൻ തയ്യാറായിട്ടുള്ളത്. അതാണ് ഇന്നിപ്പോ UDF-നെ തകർച്ചയ്ക്ക് തന്നെ വലിയ ഇടയാക്കിയിട്ടുള്ളത്. അതിൽ നിന്നും അവരെ എങ്ങനെ സഹായിച്ചു കൊടുക്കാൻ കഴിയുമെന്നുള്ള നിലയിലാണ് ഈ പ്രശ്നത്തെ ഇപ്പോ ഞങ്ങൾ കെ.എം. മാണി അഴിമതിക്കാരൻ എന്നുള്ളതിൽ പലരും ഗവൺമെന്റ് വിളിച്ചു കൊടുത്തു എന്ന നിലയിലേക്ക് തെറ്റിദ്ധരിപ്പിക്കുവാൻ ശ്രമിക്കുന്നത്. ഞങ്ങൾ വ്യക്തിപരമായ അദ്ദേഹത്തെ അല്ല, UDF ഗവൺമെന്റിന്റെ അഴിമതിക്കെതിരായിട്ടാണ് സഭയ്ക്കകത്തും സഭയ്ക്ക് പുറത്തും ഞങ്ങൾ സമരം നടത്തിയിട്ടുള്ളത്. ശരി, അപ്പോഴും എനിക്ക് ചോദ്യങ്ങളുണ്ട്, ഞാൻ താങ്കളിലേക്ക് വന്നുകൊള്ളാം. ഈ പറയുന്ന ഇനി നിങ്ങൾ ഏതെങ്കിലും ഒരു മന്ത്രിക്കെതിരെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇതര സംസ്ഥാനത്തെ മന്ത്രിക്കെതിരെ, കേന്ദ്ര സർക്കാരിലെ മന്ത്രിക്കെതിരെ വല്ല അഴിമതി ആരോപണം വരുന്നാൽ അദ്ദേഹത്തിനെതിരെ ആക്ഷേപം ഉന്നയിക്കുമ്പോൾ അത് അദ്ദേഹത്തിനെതിരെ മാത്രമല്ല പൊതുവിൽ എല്ലാവർക്കും ചേർന്നുള്ളതാണ്, എതിരെയുള്ളതാണ് എന്ന നിലപാട് സ്വീകരിക്കുമോ എന്നറിയാൻ എനിക്ക് കൗതുകമുണ്ട്. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീകുമാർ, ഇത് CPM-ന് പറഞ്ഞ് സ്ഥാപിക്കാനാകുന്നൊരു വാദമാണോ? CPM-ന് ഒട്ടും പറഞ്ഞ് സ്ഥാപിക്കാൻ പറ്റില്ല. ഇപ്പൊ തന്നെ ശ്രീ ചിത്തരഞ്ജൻ പറഞ്ഞതും ഇന്ന് രാവിലെ LDF കൺവീനർ പറഞ്ഞതും നമ്മൾ ശ്രദ്ധിച്ചു കാണും. അവര് പറഞ്ഞത് അവര് K.M. മാണിയെ അല്ല എതിർത്തിരിക്കുന്നത്, UDF-ന്റെ അഴിമതിയെ എടുത്തിരിക്കുന്നതെന്നാണ് പറഞ്ഞത്. K.M. മാണിയുടെ അഴിമതിയല്ല, UDF-ന്റെ അഴിമതിയാണ് എതിർത്തിരിക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മളിത് വാദത്തിനായിട്ട് അംഗീകരിക്കാം. അപ്പൊ ഒരു ചോദ്യമുണ്ട്, ഈ പിണറായി സർക്കാരിന്റെ കാലത്ത്, കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് ഈ ചന്ദ്രശേഖരനും അതുപോലെ തന്നെ CPI-യുടെ മന്ത്രിമാർ ഉൾപ്പെട്ട ഒരു അഴിമതി ആരോപണം ഉണ്ടല്ലോ, മരമുറി അഴിമതി ആരോപണം. അപ്പൊ ചന്ദ്രശേഖരനെ വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കുന്നത് ശരിയല്ലല്ലോ. അത് LDF ഗവൺമെന്റിന്റെ പൊതു അഴിമതി ആരോപണമായിട്ടല്ലേ കാണേണ്ടത്? അങ്ങനെ ആണെങ്കിൽ K.M. മാണിക്കെതിരെയുള്ള ആരോപണം മാണിക്കെതിരെ അല്ല, UDF-ന്റെ അഴിമതിയാണ്. ശരി, സമ്മതിക്കാം. അങ്ങനെയാണെങ്കിൽ ചന്ദ്രശേഖരൻ നടത്തിയ മരമുറിയും അതുപോലെ തന്നെ വനം വകുപ്പിന്റെ ബന്ധപ്പെട്ട റവന്യൂ വകുപ്പിന്റെ ബന്ധപ്പെട്ട അഴിമതിയും ഒക്കെ LDF ഗവൺമെന്റ് അഴിമതിയായിട്ടും കാണേണ്ടി വരും. അത്ര വ്യത്യാസമുള്ളൂ. അത് ഇവർ അംഗീകരിക്കുന്നത് മാത്രമാണ് നമുക്ക് അറിയേണ്ടത്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇതിൽ CPM-നെ ഇപ്പൊ അവർക്കൊരു തമാശയ്ക്ക് അവരിത് എടുക്കുള്ളൂ എന്റെ ധാരണ. കാരണം അവരെ സംബന്ധിച്ചുള്ള എന്ത് നഷ്ടപ്പെടാനുണ്ട് സനീഷേ? ഇവിടെ നഷ്ടപ്പെടാനുള്ളത് ജോസ് കെ മാണിക്ക് മാത്രമേ ഉള്ളൂ. കാരണം CPM-നെ സംബന്ധിച്ചിടത്തോളം ഭരണം തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി കിടപ്പുണ്ട്, 4 വർഷം ഇനി കിടപ്പുണ്ട്. അപ്പോഴേക്കും ജനം ഇതൊക്കെ അങ്ങ് മറന്നുപോകും. പിന്നെ ഇപ്പോഴത്തെ പ്രശ്നം എന്താണ്? ഇപ്പോഴത്തെ പ്രശ്നം ജോസ് കെ മാണി അവർ മുന്നിൽ നിന്ന് പുറത്താക്കാൻ അവർക്ക് താല്പര്യമില്ല. അവർ പുറത്ത് പോകാതിരിക്കാൻ ശ്രദ്ധിക്കും. ഇനി പുറത്തു പോയാലോ ഒരു കുഴപ്പമില്ല. കാരണം എന്താണ്? CPM-ന് CPI കൂടെ ചേർന്നാൽ സുഖമായിട്ട് ഭരിക്കാം. പിന്നെ എന്തിനാ ജോസ് കെ മാണിയുടെ പിന്തുണ? അപ്പൊ അതുകൊണ്ട് അവരെ സംബന്ധിച്ചോളം ജോസ് കെ മാണി വിഷയം ഒരു വിഷയമേ അല്ല. അവരിപ്പോ ഈ ചർച്ചയ്ക്ക് തന്നെ CPM നേതാക്കൾ വരുന്നതൊക്കെ ആ ഒരു ധൈര്യത്തിലാണ്. കാരണം എന്ന് വെച്ചാൽ അവർക്കൊരു വിഷയമല്ല, എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ജോസ് കെ മാണിയെ സൂപ്പിച്ചൊക്കെ അവർക്ക് പോവാം. പക്ഷേ കേരളത്തിലെ ജനങ്ങൾക്ക് വ്യക്തമായിട്ട് ഇപ്പൊ നിങ്ങൾ തന്നെ സനീഷ് ഈ ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് അച്യുതാനന്ദന്റെ ഒരു രസം കാണിച്ചില്ലേ, കോഴ മാണി എന്നൊക്കെ പറഞ്ഞുകൊണ്ട്? അത് തന്നെ പോലെ. ഇനി അതൊന്നും വേണ്ട, എല്ലാ ജനങ്ങൾക്കും അറിയാതെ. അപ്പൊ അതിൽ യാതൊരു മാറ്റവുമില്ല. CPM ഇപ്പൊ പറയുന്നതിൽ അവർക്ക് പ്രത്യേകിച്ച് നഷ്ടം വരാവുന്നില്ല എന്നുള്ളതുകൊണ്ടാണ്. പിന്നെ വേറൊരു കാര്യം, ഇത് K.M. മാണിയുടെ മകനെ ജോസ് കെ മാണിക്ക് എങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റും? കാരണം കേരള കോൺഗ്രസിന്റെ ജനീതാക്കളിൽ ഒരാളാണ് K.M. മാണി. ആ K.M. മാണി ഒരു അഴിമതിക്കാരനായ മന്ത്രിയായിരുന്നു, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ബഹളം വെക്കേണ്ടത് എന്ന് ഏത് തരത്തിൽ അതിന്റെ അക്ഷരങ്ങളും വ്യാഖ്യാനങ്ങളും കോടതി ഭാഷയും നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമില്ല. സുപ്രീം കോടതിയിൽ പറഞ്ഞു. സുപ്രീം കോടതിയിൽ അത് പറഞ്ഞിരിക്കുന്നത് എന്തിനാണ്? ശിവൻകുട്ടി ഉൾപ്പെടെയുള്ള മന്ത്രിമാരും MLA-മാരുമാണ് ഈ കേസിൽ പെട്ടിരിക്കുന്നത്. ആ കേസ് 15-ാം തീയതി വാദത്തിന്റെ വിചാരണയ്ക്ക് വരുമ്പോൾ ഇവരെന്ത് പറയും? അന്നിവരെ മാണി അഴിമതിക്കാരനല്ലെന്ന് പറയുമോ? മാണി അഴിമതിക്കാരനായതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ചെയ്യേണ്ടി വന്നത് എന്ന് പറഞ്ഞില്ലെങ്കിൽ ശിവൻകുട്ടിയോടെ ആ സ്ഥാനത്തിരിക്കാൻ എന്ത് യോഗ്യത എന്ന് സുപ്രീം കോടതി ചോദിച്ചാലത്തെ അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കൂ. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ജോസ് കെ മാണി അല്ല വിഷയം, അവരുടെ മന്ത്രിമാരും അവരുടെ CPM-ന്റെ പ്രമുഖരായ 5-6 MLA-മാരും മാത്രമാണ്. പക്ഷെ നോക്കൂ, ഇതിൽ പ്രശ്നം എന്താണ്? കേരള കോൺഗ്രസ് രൂപം കൊണ്ടത് എന്തിനാണ്? കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ, ആജന്മ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമാണ് കേരള കോൺഗ്രസിന്റെ പിറവിക്ക് കാരണം. PT ചാക്കോയുടെ പേര് പറഞ്ഞാലും PT ചാക്കോ അല്ലല്ലോ കേരള കോൺഗ്രസിന്റെ ജനീതാവ്, PT ചാക്കോ അല്ലല്ലോ. പക്ഷേ PT ചാക്കോയും അതുപോലെ മറ്റുള്ളവർ ഉൾക്കൊള്ളുന്ന ഒരു ചിന്താഗതിക്കാരുടെ തുടക്കം ആജന്മ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമാണ് കേരള കോൺഗ്രസിന്റെ പിറവി. ആ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമായ ഒരു പ്രാദേശിക പാർട്ടിയെ ഇന്ന് CPM വരച്ച വരയിൽ നിർത്തുകയാണ്. ഇന്ന് സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ചേർന്നു. സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ ആരും അഭിപ്രായം പറയണമെന്നില്ല. കാരണം എന്താ അറിയാവോ? അവിടെ ഒരു ചോദ്യമുള്ളത്, അവിടെ ഒരു ചോദ്യമുള്ളത്, അതായത്
തിരിച്ചും ആലോചിച്ചുകൂടെ ശ്രീ ശ്രീകുമാർ? അതായത് ഇന്നിപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം CPM-ൻ്റേത് നടക്കുമ്പോൾ അതിൻ്റെ ഇടക്ക് വെച്ച് ഇറങ്ങി വന്നിട്ടാണ് ആക്ടിംഗ് സെക്രട്ടറി ശ്രീ വിജയരാഘവൻ ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞത്. അതായത് അഭിഭാഷകൻ്റെ ഒരു വാക്കിലും എവിടെയും KM മാണിയുടെ പേരുണ്ടായിരുന്നില്ല, ഞങ്ങൾ അഴിമതിക്കാരനെന്ന് അദ്ദേഹത്തെ പറഞ്ഞിട്ടില്ല എന്ന് മാധ്യമങ്ങളോട് പറയാൻ, നാട്ടുകാരോട് പറയാൻ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി യോഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു CPM. അതായത് ഈ പാർട്ടിക്ക് കൊടുക്കുന്നൊരു ബഹുമാനം, സ്നേഹം അതിനകത്ത് നമുക്ക് അങ്ങനെയും ദർശിക്കാനാകുന്ന ഒരു സാഹചര്യമില്ലേ? അവരത് മാന്യമായിട്ട് കൈകാര്യം ചെയ്യാൻ, എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം അഴിമതിക്കാരനെന്ന് പറഞ്ഞ് വലിയ സമരം നടത്തിയതാണ് എന്ന്. പക്ഷേ അതിൽ നിന്ന് മലക്കം മറിഞ്ഞു പോലും ഞങ്ങൾ ഈ പാർട്ടിയെ സംരക്ഷിക്കും എന്ന പോസിറ്റീവായുള്ളൊരു അന്തരീക്ഷം ജോസ് കെ മാണിക്കും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് മുന്നിൽ ഉണ്ടാക്കി വെച്ചിട്ടില്ലേ CPM? അല്ല, അത് ഉണ്ടാക്കി വെച്ചിട്ടില്ലെങ്കിൽ ഇന്ന് സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ വേറെ തീരുമാനം വരുമായിരുന്നു. എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു ബഹളം വെക്കും. അപ്പൊ അവരെന്ന് സാന്ത്വനിപ്പിച്ചു. കാരണം അതൊന്നും പ്രശ്നമില്ല, ഞങ്ങൾ മാണി സാറിനെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിപ്പോ വിജയരാഘവൻ പറയും ഇതൊക്കെ രാഷ്ട്രീയമല്ലേ സനീഷേ? വിജയരാഘവൻ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ജനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലേ? ഇത് സുപ്രീം കോടതി നടന്ന അത് വാദവും പ്രതിവാദമൊക്കെ കുറച്ചൊക്കെ ഇൻ ക്യാമറ ടൈപ്പ് ഉള്ളതാണല്ലോ, എല്ലാവർക്കും അറിയണമെന്നില്ല. അപ്പൊ പറയുന്നു ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു. ഇതിനു മുമ്പ് അവരെന്താ പറഞ്ഞേ? മാണി സാർ അഴിമതിക്കാരനാണ്. പിന്നെന്താ പറഞ്ഞേ? മാണി സാർ അഴിമതിക്കാരനാണെന്ന് പറഞ്ഞത് രാഷ്ട്രീയം കൊണ്ടാണ്. ഇങ്ങനെയൊക്കെ എല്ലാവരും വിജയരാഘവൻ തന്നെയാണ് ഇതൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ നിന്ന് തണുപ്പിക്കുക. പക്ഷെ ഞാൻ പറഞ്ഞു വന്നതല്ല, സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ ജോസ് കെ മാണിക്ക് മാത്രമേ ഉത്തരവാദിത്വം വരേണ്ട കാര്യമുള്ളൂ. മറ്റുള്ളവർക്കൊന്നും ഒരു ഉത്തരവാദിത്വമില്ലാണ്. സ്വന്തം KM മാണി പിതാവാണ് ജോസ് കെ മാണിയുടെ. മറ്റുള്ളവർക്കൊക്കെ അദ്ദേഹത്തിന് അനുയായികളാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ജോസ് കെ മാണിക്ക് ഇല്ലാത്ത വികാരം അവർക്ക് ഉണ്ടാവണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് അവർ ആ കൂട്ടത്തിലെ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ ഒരു കാര്യമായിട്ടൊന്നും സംസാരിക്കണമെന്ന് പോലുമില്ല. ജോസ് കെ മാണി എന്താണോ പറയുന്നത് അത് തന്നെ അപ്പുറത്ത് നിൽക്കുന്നു. അല്ലാതെ എന്താണ്? നിങ്ങൾ ഒന്ന് ആലോചിച്ചു സനീഷേ, ഈ ഇടതുപക്ഷ മുന്നണി അധികാരത്തിൽ വന്നപ്പോൾ ജോസ് കെ മാണി അവരുടെ ഒപ്പം ചേർന്നു, അവരെ വേണ്ട രീതിയിൽ അവരെ ബഹുമാനിച്ചൊക്കെ ശരി തന്നെ. പക്ഷെ അവരുടെ ആ ഘടകകക്ഷി എന്നുള്ള നിലയ്ക്ക് അവരുടെ പിന്തുണ സത്യത്തിൽ CPM-ന് ഇപ്പൊ ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ട് നിൽക്കുന്ന കാലത്തോളം അവരൊപ്പം സാന്ത്വനിപ്പിച്ച് നിർത്തുക. കാരണം ഞങ്ങൾ അങ്ങനെ മാണി സാറിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇത് തുടർ വിചാരണ വരും. ഈ തുടർ വിചാരണയിൽ ഇവരെന്ത് പറയും? അതാണ് അതിൽ ഏറ്റവും കൗതുകമുള്ള കാര്യം. ഇത് ആരെങ്കിലും CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയോ അഖിലേന്ത്യാ സെക്രട്ടറിയോ വന്ന് പറഞ്ഞാൽ തീരുന്ന ഒരു പ്രശ്നമല്ലല്ലോ ഇത്. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ ചിത്തരഞ്ജൻ, ഞാൻ താങ്കളിലേക്ക് വരാം. അതിനു മുമ്പ് അഡ്വക്കേറ്റ് രാജകുമാർ, ഇവിടെ ഇതിപ്പോൾ കേരളത്തിലെ രണ്ട് പ്രശ്നങ്ങളല്ലേ? ഒന്ന്, താങ്കൾ ആദ്യം വിശദമായി സൂചിപ്പിച്ച ഈ കയ്യാങ്കളി കേസിൻ്റെ നിയമപരമായിട്ട് കോടതിയിൽ നടക്കേണ്ടുന്ന കാര്യം. അതായത് നിയമസഭ പോലെ പരിപാവനമായ ഒരിടത്ത് അവിടുത്തെ പൊതുമുതലുകൾ നശിപ്പിച്ച് സമരം നടത്തി, എന്നിട്ട് അതിന് വിചാരണ നടപടികൾക്ക് വഴങ്ങാൻ കൂട്ടാക്കാതെ ഇപ്പോൾ മന്ത്രിമാരായിരിക്കുന്ന ആളുകൾ പോലും തുടരുന്നു. അതിനെ എങ്ങനെയെങ്കിലും ആ കേസ് ഇല്ലാതാക്കാനുള്ള ശ്രമം നടന്നു. ഒന്ന്. രണ്ടാമത്തേത്, എന്തിനാണോ അന്ന് സമരം നടത്തിയത് ആ സമരത്തിന് കേന്ദ്ര പാത്രമായിരുന്ന ആളോട് ഞങ്ങൾക്കിപ്പോൾ യാതൊരു വിരോധവുമില്ല, അദ്ദേഹം അഴിമതിക്കാരനേ അല്ല, ഞങ്ങളന്ന് നടത്തിയ സമരത്തിൻ്റെ അടിസ്ഥാനം തന്നെ ഞങ്ങൾ തള്ളുകയാണ് എന്ന നിലപാടെടുത്ത് രാഷ്ട്രീയമായിട്ടും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. രണ്ട് തരത്തിലുള്ള ശരിയല്ലാത്ത കാര്യങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലേ ഇപ്പോൾ CPM? നോക്കൂ, ഇതിൽ അതിപ്രസക്തമായ ഒരു ചോദ്യം ബഹുമാന്യനായ MLA ശ്രീ ചിത്തരഞ്ജനോട് എനിക്ക് ചോദിക്കുവാനുണ്ട്. സർക്കാരിൻ്റെ അഴിമതിക്കെതിരെ ആണ് CPM അന്ന് ബഹളം വച്ചത്, ഈ കയ്യാങ്കളിയെല്ലാം കാണിച്ചത് എന്ന് ആവർത്തിക്കുന്ന അദ്ദേഹത്തിന് തീർച്ചയായിട്ടും അറിയാം സർക്കാർ എന്ന് പറയുന്നത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണെന്നും അരൂപിയാണെന്നും അത് ഒരു ഫിക്ഷനാണെന്നും ആ സർക്കാരിനെ നമുക്ക് ജയിലിലടയ്ക്കാൻ പറ്റില്ല എന്നും. ഒരു അഴിമതി ആരോപണം ഒരു സർക്കാരിനെതിരെ ഉണ്ടായി എന്ന് ഭംഗ്യന്തരേണ പറയുമ്പോൾ ആ സർക്കാരിൻ്റെ ഭാഗമായിരിക്കുന്ന അഴിമതിയിൽ പങ്കെടുക്കുന്ന ഒരു മന്ത്രിയോ മനുഷ്യജീവിയോ അദ്ദേഹത്തിൻ്റെ കൂട്ടാളിയോ ആണ് ആ കേസിലെ പ്രതി. അപ്പോൾ പ്രധാനമായും ബാർക്കോഴ ഒരു ചാനൽ ചർച്ചയിലൂടെ ഉയർന്നു വന്നത് ശ്രീ KM മാണിക്കെതിരെ തന്നെയാണ്. അദ്ദേഹത്തിനെതിരെയാണ് അന്വേഷണം പ്രഖ്യാപിച്ചത്, അന്വേഷണം നടന്നു വന്നത്. ആ അന്വേഷണം നടക്കുന്ന സമയത്താണ് ഈ കയ്യാങ്കളി നടക്കുന്നത്. അപ്പോൾ സർക്കാരിൽ ഒരു മന്ത്രി ചെയ്യുന്നത്, മന്ത്രിസഭയിൽ അംഗമായ ഒരാൾ ചെയ്യുന്നതിന് മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്വമുണ്ട് എന്ന് നമ്മൾ പറയുമ്പോഴും ക്രിമിനൽ നടപടി അനുസരിച്ച്, അതിൽ ക്രിമിനൽ നിയമമനുസരിച്ച് അതിൽ ഡയറക്റ്റായിട്ട് ഭാഗഭാക്കാകുന്ന ആളെ മാത്രമേ അഴിമതി നിരോധന നിയമപ്രകാരം ശിക്ഷിക്കാനും ജയിലിലടയ്ക്കുവാനും കഴിയുകയുള്ളൂ. അല്ലാതെ ആ മന്ത്രിസഭയിലെ എല്ലാവരെയും ആ കേസിൽ പ്രതികളാക്കാനോ അവരെ ജയിലിലടയ്ക്കാനോ നമുക്ക് വകുപ്പില്ല.
ശ്രീ ചിത്രരഞ്ജൻ്റെ വാദങ്ങൾ എത്ര ബാലിശമാണ്. ചെയ്ത തെറ്റിനെ വീണ്ടും വീണ്ടും അവർ ന്യായീകരിക്കുകയാണ്. അത് പൊതുസമൂഹത്തോട് മാപ്പ് പറയേണ്ട, പരസ്യമായി മാപ്പ് പറയേണ്ട ഒരു 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 കുറ്റകൃത്യമാണ്. അതിന് നിയമപരമായി അവർ നേരിടേണ്ട നടപടികൾ നേരിടുവാൻ അവർ തയ്യാറാവുകയാണ് വേണ്ടത്. അല്ലാതെ ഞങ്ങളാരും അദ്ദേഹത്തെ അഴിമതിക്കാരനായി കാണുന്നില്ല, അദ്ദേഹത്തെ അല്ല ഞങ്ങൾ സർക്കാരിനെയാണ് എതിർത്ത് എന്നുള്ള ഭംഗിവാക്കുകൾ പറയുന്നത് ഈ പറയുന്ന മലയാളി സമൂഹത്തെയും ലോക ജനതയെയും അവഹേളിക്കുന്നതിന് തുല്യമാണ്. അതാണ് ഞാൻ തിരിച്ചു വരാൻ താങ്കളിലേക്ക്. ശ്രീ ചിത്തരഞ്ജൻ, അത് അവഹേളിക്കുന്നതിന് തുല്യമാണ്, പറ്റിക്കാനുള്ള ശ്രമമാണ്. പക്ഷെ അതുകൊണ്ട് എങ്ങനെയാണ് ആളുകളെ പറ്റിക്കാനാവുക ശ്രീ ചിത്തരഞ്ജൻ? അതായത് അങ്ങനെയാണെങ്കിൽ പിന്നെ സർക്കാരിൽ മന്ത്രിമാരുടെ ആവശ്യമേ ഇല്ലല്ലോ. 10-20 ആളുകൾ ചേർന്ന ഒറ്റ സർക്കാർ എന്നങ്ങ് വെച്ചാൽ ഈ പറയുന്ന അഴിമതി നടത്തിയാൽ എല്ലാവരും ചേർന്നാണ് എല്ലാവർക്കുമെതിരെ കേസ് കൊടുക്കുക. അങ്ങനെയില്ല. അതിന് നിയമവശം തന്നെയും അഡ്വക്കേറ്റ് അജയകുമാർ ചൂണ്ടിക്കാണിച്ചുവല്ലോ. ഒരാളാണ്, അതിനു വേണ്ടിയിട്ടാണ് മന്ത്രിമാരെ ഓരോ വകുപ്പ് കൊടുത്ത് നിശ്ചയിച്ച് വെച്ചിരിക്കുന്നത്. ഞങ്ങൾ ആകപ്പാടെ ഒരു പൊതുസമരം അങ്ങ് നടത്തുകയായിരുന്നു എന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കാനാണ്? ശ്രീ ചിത്തരഞ്ജൻ, കോടതിയുടെ മുമ്പിൽ ഇപ്പോ നിങ്ങൾ പറഞ്ഞല്ലോ അതിന്റെ 2ാം ഘട്ടം വരുമ്പോ എന്താകും എന്നുള്ളതിനെ സംബന്ധിച്ച്, അതെല്ലാം നിയമപരമായിട്ടുള്ള അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് പിന്നീട് കോടതി നടപടിക്രമങ്ങൾ അനുസരിച്ച് അത് മുന്നോട്ട് പോകും. ഇവിടെ ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞത് UDF ഗവൺമെന്റിന്റെ അഴിമതിക്കെതിരായി ചെറുതും വലുതുമായ നിരവധി സമരങ്ങൾ നടന്നിട്ടുണ്ട്. ആ സമരങ്ങളുടെ ഒരു ഭാഗം തന്നെയാണ് നിയമസഭയ്ക്കുള്ളിൽ നടന്നത് എന്നുള്ളത് തർക്കമില്ല. ആ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോ ബാർ കേസുമായി ബന്ധപ്പെട്ട കാര്യം, അതൊക്കെ നിങ്ങൾ എല്ലാവരും വിട്ടുകളയുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. ആ പാർട്ടി തന്നെ എന്ത് പറഞ്ഞുകൊണ്ടാണ് UDF വിടാൻ തയ്യാറായത്? KM മാണി സാറിനെ പുറകിൽ നിന്ന് കുത്തി, അല്ലെങ്കിൽ KM മാണി സാറിനെ ഈ നിലയിലേക്ക് ആക്ഷേപിച്ചതിനെ അപകീർത്തിക്കാൻ ഇടയാക്കിയതിന്റെ പിന്നിൽ കോൺഗ്രസിന്റെ നേതാക്കന്മാരാണ്. അതുകൊണ്ട് കോൺഗ്രസ് ആണ് ഞങ്ങളെ ചതിച്ചത്. കോൺഗ്രസ് ആണ് അദ്ദേഹത്തിന് മേൽ ഈ ആക്ഷേപം ചെറിയുന്ന നിലയിലേക്കുള്ള സാഹചര്യം ഉണ്ടാക്കിയിട്ടുള്ളത്. ഞങ്ങൾ അതുകൊണ്ട് ആ മുന്നണിയുമായിട്ടുള്ള ബന്ധം തന്നെ അവസാനിച്ച് പുറത്തു പോകുന്നു എന്നുള്ള നിലയിൽ അവർ പിന്നീട് പറഞ്ഞിട്ടുള്ളതും ചർച്ചയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് എന്തേ നിങ്ങളൊന്നും ആരും മിണ്ടാത്തത്? അതായത് കോൺഗ്രസ് അദ്ദേഹത്തെ പറ്റിച്ചതാണ്. KM മാണി വളരെ പരിശുദ്ധനായിട്ടുള്ള ആളാണ്, അഴിമതിയൊന്നും നടന്ന ആളല്ല. കോൺഗ്രസ് അദ്ദേഹത്തെ പറ്റിച്ചതുകൊണ്ട് അദ്ദേഹത്തിന് മേലെ ആ ചീത്തപ്പേരുണ്ടായി. അങ്ങനെയാണോ വിചാരിക്കുന്നത്? അങ്ങനെയാണോ ഞാൻ മനസ്സിലാക്കേണ്ടത്? ആ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം UDF ഗവൺമെന്റിന്റെ അഴിമതിക്കെതിരായിട്ടാണ് ഞങ്ങൾ ഇവിടെ ഇപ്പോ നിങ്ങൾ പറയുന്നത് കേട്ടാൽ KM മാണിക്കെതിരായി മാത്രമായിരുന്നു എന്ന് തോന്നുന്നു. അല്ലല്ലോ, ഞങ്ങൾ അവിടെ എത്രയോ സമരങ്ങൾ നടത്തി. മുഖ്യമന്ത്രിക്കെതിരായി ഈ കേസ്, ഈ അഴിമതി സമരം ഒരു ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ ആ ഗവൺമെന്റിനകത്ത് ഇപ്പോൾ ഇത് ഇവിടെ നിന്ന് വന്ന 2 പ്രധാനപ്പെട്ട വകുപ്പുകൾ അതിനകത്ത് വരുന്നുണ്ട്. ഒന്ന് എക്സൈസ് വകുപ്പ്, മറ്റൊന്ന് ഫിനാൻസ്. സ്വാഭാവികമായിട്ട് ധനകാര്യ വകുപ്പും എക്സൈസ് വകുപ്പും അതുമായി ബജറ്റ് വിറ്റു എന്നൊക്കെ പറഞ്ഞത് ആരോടാണ്? ഇതെങ്ങനെയാണ് എനിക്ക് മനസ്സിലാവുന്നില്ല ശ്രീ ചിത്തരഞ്ജൻ. അതായത് ആളുകൾക്ക് ഓർമ്മയുണ്ടാകില്ലേ ഈ പറഞ്ഞതെല്ലാം? താങ്കൾ അടക്കമുള്ള നേതാക്കൾ തെരുവുകളിൽ ഓർമ്മയുണ്ടാകില്ലേ? നമ്മളിവിടെ ചർച്ച നടത്തിയിട്ട് അത്ര വർഷങ്ങളൊന്നും ആയില്ലല്ലോ. അല്ല, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതെല്ലാം കേരളത്തിലെ ജനങ്ങൾക്ക് ഓർമ്മയുണ്ട് എന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ തന്നെ മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ ജനങ്ങൾക്ക് യാഥാർത്ഥ്യം അറിയുന്നത് കൊണ്ട് തന്നെയാണ് കേരള കോൺഗ്രസും LDFും തമ്മിലുള്ള ബന്ധത്തെ ജനങ്ങൾ അംഗീകരിച്ചിട്ടുള്ളത്. ഇവിടെ ശ്രീകുമാർ പറയുന്നത് കേട്ട് ഞാൻ പറയട്ടെ സതീഷേ, ഞാനൊന്ന് പറയട്ടെ. അവർ രണ്ടുപേരും പറഞ്ഞല്ലോ, അവിടെ ബഹുമാനപ്പെട്ട ശ്രീകുമാർ പറയുന്നത് കേട്ട് കോൺഗ്രസിന് പിന്നെ കേരള കോൺഗ്രസിന്റെ പ്രഖ്യാപിതമായിട്ടുള്ള നയം തന്നെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമാണ്. അങ്ങനെയുള്ള പാർട്ടിക്ക് എങ്ങനെ നിൽക്കാൻ കഴിയുമെന്നൊക്കെ ചോദിച്ചു. കേരള കോൺഗ്രസ് പാർട്ടി എത്രയോ തവണ ഇടതുപക്ഷവുമായി സഹകരിച്ചിട്ടുണ്ട്. അതൊരു രാഷ്ട്രീയ പ്രശ്നമല്ലേ എന്ന ചോദ്യം എന്റെ ഭാഗത്തുനിന്നുണ്ട്. നമ്മുടെ പ്രശ്നം ഈ അഴിമതിയുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള കാര്യം കൂടിയുണ്ട്. താങ്കൾക്ക് പക്ഷേ ഈ രാഷ്ട്രീയ പ്രശ്നം കൂടെ അതിനോട് ചേർന്ന് നിൽക്കുന്നതായതുകൊണ്ട് നിശ്ചയമായിട്ടും അത് വിശദീകരിക്കേണ്ടതാണ്. ഞാൻ താങ്കളിലേക്ക് ഒറ്റ നിമിഷം കൊണ്ടുവരാം. ഒരു ചെറിയ ഇടവേളയിലേക്ക് പോകേണ്ടതുകൊണ്ടാണ് ഞാൻ താങ്കളിലേക്ക് തന്നെ വന്നുകൊള്ളാം. ശ്രീ PC ജോർജ് കൂടെ നമ്മോടൊപ്പം ഇപ്പോൾ ചേരുന്നുണ്ട് തത്സമയം ചർച്ചയ്ക്ക്. അദ്ദേഹത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ശ്രീ ചിത്തരഞ്ജൻ, താങ്കൾ നേരത്തെ പറഞ്ഞു വന്ന കാര്യം പൂർത്തീകരിക്കാം. ഇത് ജനങ്ങൾക്ക് ബോധ്യമാകുന്ന കാര്യമാണോ താങ്കൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അല്ല, ഞാൻ പറഞ്ഞു വന്ന വിഷയം ബഹുമാനപ്പെട്ട ശ്രീകുമാർ സാർ പറഞ്ഞു.
കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അത് ഇടതുപക്ഷ വിരുദ്ധമാണ്, കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമാണ്. പക്ഷെ അദ്ദേഹം മനസ്സിലാക്കേണ്ടത് ആ കേരള കോൺഗ്രസ് അണികളും ഇടതുപക്ഷവും ഒന്നിച്ച് ചേർന്നുകൊണ്ടാണല്ലോ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. ആ മത്സരിച്ചതിൻ്റെ ഗുണമാണല്ലോ ഞങ്ങൾക്ക് കോട്ടയത്തും ഇടുക്കിയിലും ഒക്കെ ജയിക്കാൻ കഴിഞ്ഞിട്ടുള്ള, പത്തനംതിട്ടയിലും അടക്കം ഞങ്ങൾക്ക് മികച്ച നിലയിലേക്ക് വരുവാൻ കഴിഞ്ഞിട്ടുള്ളത്. ആ ബന്ധത്തെ അല്ലെങ്കിൽ ആ സഖ്യത്തെ ജനങ്ങൾ അംഗീകരിക്കുന്നതുകൊണ്ട് തന്നെയാണ്. ജനങ്ങൾ അത്ര ബുദ്ധിയില്ലാത്ത ആൾക്കാരൊന്നും അല്ലല്ലോ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ യോജിച്ച് മത്സരിച്ചു. വളരെ കുറഞ്ഞ ദിവസമാണല്ലോ മുന്നണി വിട്ട്. നിങ്ങൾ ഈ പറയുന്ന നിലയിലുള്ള ഈ വാർ കേസ് അടക്കം നമ്മുടെ ചാനലുകളിൽ 2 ആഴ്ചക്കാലം കേരള കോൺഗ്രസ് പാർട്ടി ഈ മുന്നണിയിൽ നിന്നും UDF-ൽ നിന്നും പുറത്തു പോകാനിടയായിട്ടുള്ളതും അതുമായി ബന്ധപ്പെട്ട ചർച്ചകളിലെല്ലാം പരമാവധി കേരള കോൺഗ്രസിനെ UDF-ൽ തന്നെ പിടിച്ചു നിർത്താൻ വേണ്ടി നമ്മുടെ പല മാധ്യമങ്ങളും ഒത്തിരി ശ്രമിച്ചു. അതിനുവേണ്ടി അവർ നിയമസഭയുടെ അകം കാണിച്ചു, പുറം കാണിച്ചു, മുദ്രാവാക്യം കാണിച്ചു, ഞങ്ങളെ വന്തം കൊടുത്ത് പ്രകടനം കാണിച്ചു. അങ്ങനെ പലത് കാണിച്ചുകൊണ്ടാണ് അവർ ഇടതുപക്ഷ മുന്നണിക്കെതിരായി എങ്ങനെ കേരള കോൺഗ്രസ് അണികളുടെ വികാരം അല്ലെങ്കിൽ ഇടതുപക്ഷവും ഇതുമായി ചേരുന്ന ഈ സഖ്യത്തെ ജനങ്ങൾ എങ്ങനെ വെറുക്കണം എന്നതിന് വേണ്ടിയുള്ള എല്ലാ പരിശ്രമം നടത്തിയില്ലേ? അതെല്ലാം ജനം തള്ളിക്കളയല്ലേ ഉണ്ടായത്. അവർ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, എന്താ കേരള കോൺഗ്രസ് പാർട്ടി അന്ന് പറഞ്ഞത്? അവരുടെ നേതാക്കന്മാർ നിങ്ങളുടെ എല്ലാ ചാനലിൽ വന്നിരുന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അവരെന്താ പറഞ്ഞത്? അദ്ദേഹത്തെ കോൺഗ്രസ് ആണ് ചതിച്ചത്. കോൺഗ്രസ് ചതിച്ചു. കോൺഗ്രസ് ചതിച്ചപ്പോൾ പ്രതിപക്ഷം സ്വാഭാവികമായിട്ട് ഏറ്റെടുക്കും. ആണ് പക്ഷെ അതിനകത്ത് പ്രശ്നം ശ്രീ ചിത്തരഞ്ജൻ, അതായത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ നിലപാട് ഒരിക്കലും മാറിയത് CPM-ന്റെ നിലപാടാണെന്നാണല്ലോ നമ്മുടെ പ്രശ്നം. ഞാൻ താങ്കളിലേക്ക് ഒന്ന് തിരിച്ചു വരാം, അത് വിശദീകരിക്കാനായിട്ട്. ശ്രീ PC ജോർജ്, ഇവിടെ CPM-ന് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളതായിട്ട് തോന്നുന്നില്ല. ശ്രീ ചിത്തരഞ്ജൻ വളരെ ആത്മാർത്ഥതയോടെയും ആർജവത്തോടെയുമാണ് അത് വിശദീകരിക്കുന്നത്. നാട്ടുകാർക്ക് മുന്നിൽ അത് പറഞ്ഞ് സ്ഥാപിക്കാമെന്നൊരു ധാരണ CPM നേതൃത്വത്തിനാകെയുണ്ട്. പക്ഷേ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് വലിയ പ്രയാസപ്പെട്ടിരിക്കുകയല്ലേ? അവർക്ക് ജോസ് കെ മാണിക്ക് ഇത് മറികടന്ന് പോകാൻ പറ്റുമോ? അതായത് ഞാൻ ദീർഘമായിട്ടൊന്നും പറയുന്നില്ല, ഒരു കാര്യം ഞാൻ പറയാം. ഇപ്പൊ സുപ്രീം കോടതിയുടെ മുമ്പിൽ വന്ന സുപ്രീം കോടതിയിലെ ഈ MLA, കേരളത്തിലെ MLA-മാർക്ക് അത് ഒരു മന്ത്രി ഉൾപ്പെടെയാണ് ഇത് വന്നിരിക്കുന്ന കേസ് വിഡ്രോ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കേരള സർക്കാരിന്റെ അപേക്ഷയാണ് സുപ്രീം കോടതി ഇന്ന് വളരെ പുച്ഛത്തോടുകൂടി കണ്ട് സംസാരിച്ചത്. ആ സംസാരത്തിലുണ്ടായ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, കേരള സർക്കാരിന് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് അങ്ങനെ നിസ്സാരക്കാരനല്ല. ആ വക്കീല് കോടതി പറഞ്ഞ എന്താ, നിയമസഭയിലെ MLA-മാര് വൃത്തികേട് കാണിച്ചത് അന്നത്തെ ധനകാര്യമന്ത്രിയുടെ അഴിമതി കൊണ്ടാണ് എന്ന് പറഞ്ഞിരിക്കുക. വളരെ ക്ലിയർ ആയിട്ടാ പറഞ്ഞത്. അഴിമതി മന്ത്രിയുടെ പേര് പറയണ്ടല്ലോ, ധനകാര്യമന്ത്രി ആരാ? KM മാണിയാണ്. ആ മാണിയുടെ മകന്റെ പാർട്ടി, KM മാണിയുടെ ആത്മാവുള്ള പാർട്ടിയെ പിടിച്ച് മുന്നണി കൊണ്ടിരുത്തിയിട്ട് അവരുടെ മുഖത്ത് നോക്കി ജോസ് കെ മാണിയോട് നിന്റെ അപ്പൻ കൈക്കൂലിക്കാരനാന്ന് പിണറായി വിജയൻ പറയാന്ന് പറഞ്ഞ ഒരു നാണം കെട്ട ഇടപാടല്ലേ. എന്നിട്ട് ഇപ്പൊ എന്താ പ്രശ്നം? ഇപ്പൊ CPM-ന്റെ ആക്ടിംഗ് സെക്രട്ടറി എന്താ പറയുന്നത്? അങ്ങനെ പറഞ്ഞിട്ടില്ല, പറഞ്ഞിട്ടില്ലെന്നാ പറയുന്നത്. KM മാണി എന്ന് പറയണോ? KM മാണി ധനകാര്യമന്ത്രി എന്ന് പറഞ്ഞ KM മാണിയല്ലേ? ഇത് ആർക്കും അറിയില്ലാത്ത നിയമസഭയിലന്ന്, ഞാൻ നിയമസഭയിലുള്ള ആളല്ലേ, ഞാൻ ഇത് മുഴുവൻ കണ്ടോണ്ടിരുന്ന ആളല്ലേ. അന്ന് KM മാണിക്കെതിരെ അല്ല, UDF-നെതിരെയാണ് സമരം. ഇപ്പൊ CPM-ന് ഇടതുപക്ഷ നേതാക്കന്മാരെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. എന്ത് ന്യായമുണ്ട് അതിനകത്ത്? അന്ന് CPM എന്ന നിലയിൽ ഈ 2 ഇടതുപക്ഷവും ആയിട്ടുള്ള ചർച്ചയ്ക്കൊക്കെ അത് എപ്പോഴും പൊക്കോട്ടിരുന്ന ആളാ ഞാൻ. അന്ന് വൈകുന്നേരം ഇത് വളരെ കുഴപ്പത്തിലേക്ക് പോകാൻ പോവുകയാണെന്ന് എനിക്ക് തോന്നിയിട്ട് മുഖ്യമന്ത്രി അനുവാദത്തോട്, ഉമ്മൻചാണ്ടിയെ മുഖ്യമന്ത്രി അനുവാദത്തോട് ഇടതുപക്ഷ നേതാക്കന്മാരെ മുഴുവൻ പോയി ഞാൻ കണ്ടു. നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കണം, സഭയ്ക്കകത്ത് എങ്ങനെ ഒരു സംഘർഷം ഉണ്ടാവാതെ സഭ കൊണ്ടുപോകണം, എന്ത് ചെയ്യണം ചോദിച്ചപ്പം അവര് പറഞ്ഞ ഡിമാൻഡ് എന്താണെന്നറിയാവോ? ഉമ്മൻചാണ്ടി ബഡ്ജറ്റ് അവതരിപ്പിക്കട്ടെ. മുഖ്യമന്ത്രി ബഡ്ജറ്റ് അവർക്ക് തെറ്റില്ലെന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. കേരള കോൺഗ്രസ്സുകാർ എന്തെങ്കിലും തർക്കം ഉണ്ടെങ്കിലും CPM എന്ന നിലയിൽ പ്രശ്നം പരിഹരിക്കാൻ ഒരു ഏത് മാർഗവും സ്വീകരിക്കണമല്ലോ. ഞാൻ നേരെ ഉമ്മൻചാണ്ടിയോടും UDF നേതാക്കന്മാരോട് സംസാരിച്ചു. അവർ ജീവിച്ചിരിക്കുമ്പോൾ സമ്മതിക്കാനെന്ന് പറഞ്ഞു. ലീവ് എടുക്കുന്ന പ്രശ്നമല്ല, മാണിയാണ് ധനകാര്യം ബഡ്ജറ്റ് അവതരിപ്പിക്കും. പിന്നെ സംഘർഷം എന്ന് ഉറപ്പായി. ആ സംഘർഷം നേരിട്ട് കണ്ടോണ്ടിരുന്ന ആളാ ഞാൻ. നമ്മളെ ആരൊക്കെ അന്ന് നിയമസഭയിലെ കാര്യമൊക്കെ നിയമസഭയിൽ ഉണ്ടായ മര്യാദകേടിനും MLA-മാരുടെ വൃത്തികേടിനും നമ്മുടെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി മറ്റും കിടുങ്ങാമണിയും കാണിച്ചുള്ള ചാട്ടമൊക്കെ പറയാൻ കൊള്ളുന്നതല്ല, ഞാൻ കണ്ടോണ്ടിരുന്നതല്ലേ. നമ്മുടെ വനിതാ MLA-മാരെ നമ്മുടെ പത്തനംതിട്ട ശിവദാസൻ നേരെ കടിച്ച കാര്യം എന്തൊരു വലിയ സംഭവം. എന്തിനായിരുന്നു? KM മാണി ബഡ്ജറ്റ് അവതരിക്കാൻ മുന്നോട്ട് വരുമ്പോ അവരെ അദ്ദേഹത്തെ കയറി പിടിക്കാൻ വേണ്ടി ഒരു 5 വനിതാ MLA-മാരെ നിർത്തിയിരിക്കുകയായിരുന്നു. ഇത് നേരത്തെ മനസ്സിലാക്കിക്കൊണ്ട് KM മാണിയെ
വീട്ടിൽ സഭയെ കയറ്റുകയില്ല. പുറത്ത് സഹാക്കന്മാർ കൂടുന്നത് കണ്ടുകൊണ്ട് KM മാണി ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിന് വേണ്ടി നിയമസഭ മന്ദിരത്തിൽ കൊണ്ട് താമസിപ്പിച്ച രാവിലെ ഞങ്ങൾ MLA മാരെല്ലാം കൂടെ കൂട്ടി നിന്നാണ് അദ്ദേഹത്തെ സഭയ്ക്കകത്തോട്ട് കൊണ്ടുവന്നത്. അപ്പൊ ഒരു നിവൃത്തിയില്ലാതെ ഇപ്പൊ സ്പീക്കറെ കയറ്റാതിരിക്കാൻ വേണ്ടിയാണ് സ്പീക്കറുടെ ആയുസ് കയറി അടിച്ചു തകർത്തത്. ആരാ ഇവിടെ പ്രശ്നം എന്താ? അതൊക്കെ നിയമസഭ പ്രശ്നം തീർത്തു. സർവീസ് കമ്മിറ്റി കൂടി ശിക്ഷിച്ചു, ഒരാഴ്ച സസ്പെൻഷൻ ഒക്കെ വെച്ച് തീർത്തു. പക്ഷെ വേറൊരു വലിയ പ്രശ്നമുണ്ട്. നിയമസഭയ്ക്കുണ്ടായ നഷ്ടം, സാമ്പത്തിക നഷ്ടം ആര് കൊടുക്കും? അവിടെ നഷ്ടപ്പെട്ട സാധനങ്ങളിൽ അങ്ങനെ നഷ്ടപരിഹാരത്തിന് കേസ് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. അതാണ് ബഹുമാനപ്പെട്ട നിയമസഭാ സെക്രട്ടറി കേസ് കൊടുത്തതും ഇപ്പോ അവരെല്ലാം പ്രതിയെ വന്നതും. ജില്ലാ കോടതിയിലും ഇപ്പൊ പ്രതിയെ വന്നത് അതുകൊണ്ടാണ്. ജില്ലാ കോടതിയും ഹൈക്കോടതിയും ഇവരെ ഈ കേസ് വിഡ്രോ ചെയ്യാൻ പറ്റുകയില്ല, കേസ് വിസ്തരിച്ച് തീർക്കാവൂ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ അതും ചോദിച്ചു സുപ്രീം കോടതി പോകേണ്ട കാര്യമുണ്ട് പിണറായി വിജയൻ. അതാണ് ഇപ്പൊ മുഖത്തിട്ട് അടി കിട്ടിയില്ല, നല്ല അടിയല്ല മുഖത്തിട്ട് കിട്ടിയിരിക്കുന്നത്. അതാണ്. ഞാൻ ഒരു നിമിഷം ശ്രീ PC ജോർജ് തിരിച്ചു വരാം. ഇതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാര്യം. ശ്രീ ചിത്തരഞ്ജൻ, അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പോൾ അദ്ദേഹം തന്നെയും പറഞ്ഞു ഉമ്മൻചാണ്ടി ബജറ്റ് അവതരിപ്പിക്കട്ടെ എന്നൊരു നിലപാട് പോലും സ്വീകരിച്ചിരുന്നു ഇടതുപക്ഷം അന്നേരത്ത്. ഉമ്മൻചാണ്ടി ബജറ്റ് അവതരിപ്പിക്കട്ടെ എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? ആ സമരം KM മാണിക്കെതിരായതുകൊണ്ടാണ്. UDF-നെതിരെ പൊതുവിലായിരുന്നെങ്കിൽ ഉമ്മൻചാണ്ടിയോട് ബജറ്റ് അവതരിപ്പിക്കൂ, ഞങ്ങൾ അത്ര വലിയ സമരം നടത്തുകയില്ല എന്ന വാദം മുന്നോട്ട് വെക്കില്ലല്ലോ. അപ്പോൾ താങ്കൾ പറയുന്നതും CPM നേതൃത്വം ആകപ്പാടെ പറയുന്നതും UDF-നെതിരായിട്ടുള്ള സമരമായിരുന്നു, KM മാണിക്കെതിരെ മാത്രമുള്ളതല്ല, അല്ലെങ്കിൽ KM മാണി ആയിരുന്നില്ല ഞങ്ങളുടെ ശത്രു എന്നത് തെറ്റാണ്. KM മാണി ബജറ്റ് അവതരിപ്പിച്ചാൽ ഞങ്ങൾ പ്രശ്നം ഉണ്ടാക്കുമെന്നത് തന്നെയായിരുന്നു നിലപാട്. ആ പ്രശ്നമാണ് ഉണ്ടായത്. ശ്രീ ചിത്തരഞ്ജൻ. അല്ല, ഇത് തന്നെയല്ലേ ഞാൻ തുടക്കം മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സനീഷും അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ബഹുമാന്യനായിട്ടുള്ള ശ്രീ PC ജോർജ്, ഞാൻ അദ്ദേഹത്തെ ബഹുമാനിക്കുന്ന സീനിയറായിട്ടുള്ള നേതാവാണ്. പക്ഷേ അദ്ദേഹം എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞിട്ടുള്ള ഇപ്പോൾ KM മാണി സാറിനെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിയെക്കുറിച്ചൊക്കെ ഇപ്പോൾ അദ്ദേഹം നന്നായി പറഞ്ഞാലും ഈ മാണി സാറിനെ കുറിച്ച് തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങൾക്ക് പഴയ ക്ലിപ്പിംഗ് കൊടുത്ത് നോക്കാമല്ലോ. അതുപോലെ UDF-ന്റെ ഗവൺമെന്റിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, LDF-ന്റെ ഗവൺമെന്റിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്, LDF നേതാക്കന്മാർ അനുകൂലിച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം അങ്ങനെ പറയുന്ന, അദ്ദേഹം മാറി മാറി പറയുന്ന ഓരോ ഘട്ടത്തിനനുസരിച്ച് അദ്ദേഹം പല അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് അദ്ദേഹത്തിന്റെ പ്രത്യേക സ്വാതന്ത്ര്യ അവകാശമാണ്. ഞാൻ അദ്ദേഹത്തെ എങ്കിൽ പോലും തീരുമാനിക്കുന്ന ഒരാളാണ്. പക്ഷേ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഞങ്ങളെടുത്ത രാഷ്ട്രീയം അവിടെ ശ്രീ ചിത്തരഞ്ജൻ, നമ്മുടെ മുന്നിലെ പ്രശ്നം നിങ്ങൾ ഈ നിലപാട് മാറ്റുന്നു എന്നതാണ്. പാർട്ടിക്കോ അദ്ദേഹം പറയുന്നതല്ലേ ഇവിടെ ബഡ്ജറ്റ് ഇവിടെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട അന്നത്തെ മുഖ്യമന്ത്രി അവതരിപ്പിക്കട്ടെ എന്ന് ഞങ്ങൾ പറഞ്ഞത് ബഹുമാനപ്പെട്ട ശ്രീ PC ജോർജ് പറയുന്നതല്ലേ, അല്ലാതെ ഏതെങ്കിലും ഔദ്യോഗികമായിട്ടുള്ള അതിന് സംബന്ധമായിട്ട് ഞങ്ങളുടെ പാർട്ടി ലീഡറോ അല്ലെങ്കിൽ LDF-ന്റെ ലീഡറോ ഒന്നും ആവശ്യപ്പെട്ടില്ലായിരുന്നല്ലോ. ചിത്രഞ്ജനോട് ഒരു സ്നേഹം അദ്ദേഹം ശരിയാണെന്നൊരു തെളിവ് ചിത്രഞ്ജൻ ഞാൻ പറഞ്ഞു. എനിക്ക് കള്ളത്തരമൊന്നുമില്ല ചിത്രഞ്ജൻ, ആത്മാർത്ഥമായിട്ട് പറയുക. ചിത്രഞ്ജനെ ബഹുമാനിച്ചുകൊണ്ട് പറയുക. ഞാൻ ചോദിക്കട്ടെ, ഈ കേസ് നടന്നു കഴിഞ്ഞാൽ ഹൈക്കോടതിയുടെ ഒരു കമന്റ് വന്നു. അതായത് ഒരിക്കലും ഇയാളുടെ ഭാര്യ, സീസറിന്റെ ഭാര്യ അത് പറയും ഹൈക്കോടതി പറഞ്ഞു. ആ കമന്റിന്റെ അടുത്ത് KM മാണി രാജിവെക്കേണ്ടി വന്നു. രാജിവെച്ച് കഴിഞ്ഞ് ഉമ്മൻചാണ്ടി ബഡ്ജറ്റ് അവതരിപ്പിച്ചല്ലോ, നിങ്ങൾ എന്നാ മിണ്ടാതിരുന്നത്? അപ്പം മാണിയാരും തർക്കം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? KM മാണി രാജിവെച്ച് ഉമ്മൻചാണ്ടി ബഡ്ജറ്റ് അവതരിച്ചു, ഒരു തർക്കമില്ല, സ്വന്തമായിട്ട് ബഡ്ജറ്റ് അവതരിപ്പിച്ചല്ലോ. നിങ്ങൾ രാജിവെച്ച് കഴിഞ്ഞാൽ വേറെ ധനകാര്യമന്ത്രി അല്ലല്ലോ സാർ, മുഖ്യമന്ത്രി അല്ല. അദ്ദേഹം രാജിവെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും സാർ? അല്ല, ഇവിടെ മുഖ്യമന്ത്രി എന്നുള്ളത് ഉമ്മൻചാണ്ടി അവതരിപ്പിക്കാൻ അനുവദിക്കാൻ പാടില്ലല്ലോ. ബഹുമാനപ്പെട്ട PC, ഞാൻ ഒറ്റ കാര്യം, ബഹുമാനപ്പെട്ട PC അദ്ദേഹത്തിനോട് ഞാൻ ബഹുമാനത്തോട് ചോദിക്കുന്നു. കേരള കോൺഗ്രസ് പാർട്ടിക്കാർ തന്നെ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തെ ഈ നിലയിലേക്ക് സമൂഹ മധ്യത്തിൽ മോശക്കാരനാക്കി ചിത്രീകരിപ്പിച്ചത്, അതിന്റെ പിന്നിൽ കളിച്ചത്, ഈ പ്രചരണമെല്ലാം കൊണ്ടുവന്നത് കോൺഗ്രസ് ആണ്. കോൺഗ്രസിന്റെ ഒരു ഭാഗം നേതാക്കന്മാരായിരുന്നു. അതുകൊണ്ട് ആ കോൺഗ്രസുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കുന്നു. ഞാൻ ആണല്ലോ, അങ്ങടക്കം പറഞ്ഞാണല്ലോ. എന്നിട്ട് ഞാൻ ചോദിക്കട്ടെ, ഒരു പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനം, അങ്ങിപ്പോ ഭരണകക്ഷി എന്നിരിക്കട്ടെ, അങ്ങന്റെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റിനെ സ്വാഭാവികമായി നയിക്കുന്ന പാർട്ടി ഈ നിലയിലേക്ക് എടുക്കുമ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്നവരുടെ റോൾ എന്താ? പ്രതിപക്ഷ രാഷ്ട്രീയ ആയുധമായിട്ട് അതിന് ഉപയോഗിക്കും.
ഗവൺമെന്റിനെ നയിക്കുന്ന ഭരണകക്ഷി തന്നെ ഉള്ളതാണെങ്കിലും ഇല്ലാത്തതാണെങ്കിലും ഒരു പ്രശ്നത്തെ സമൂഹത്തിന്റെ മധ്യത്തിൽ കൊണ്ടുവരുമ്പോൾ എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് BJP-യുടെ നേതാക്കൾ, അതായത് ഈ പറയുന്ന എന്താണ്, ഞങ്ങൾ ഈ പ്രകടന പത്രികയൊക്കെ ഉണ്ടാകും, ആ വഴിക്ക് നടക്കും, അത് അതിന്റെ വഴിക്ക് അങ്ങ് പോകും, ഞങ്ങൾ പക്ഷേ വേറെ കാര്യങ്ങളാണ് ചെയ്യുക എന്ന് പറഞ്ഞ പോലെയല്ലേ താങ്കൾ ഇപ്പോൾ പറയുന്നത്? ഞങ്ങൾ അങ്ങനെ സമരങ്ങളൊക്കെ നടത്തും, ഞങ്ങൾ അങ്ങനെ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ സമരങ്ങളൊക്കെ നടത്തും, പക്ഷേ അത് നിങ്ങൾ വിശ്വസിക്കരുതെന്നല്ലേ ഇപ്പോൾ നാട്ടുകാരോട് പറയുന്നത് അല്ലേ? അത് അവരിങ്ങോട്ടൊരു വിഷയം തന്നുകൊണ്ട് ഞങ്ങൾ ചെയ്തതാണ്, അല്ലാണ്ട് ഞങ്ങൾക്ക് മാണി സാർ അഴിമതിക്കാരനാണെന്ന് ഉറപ്പൊന്നുമില്ല അങ്ങനെയല്ലേ പറയുന്നത്? പറ്റിക്കലല്ലേ നിങ്ങൾ നാട്ടുകാരോട് ചെയ്തത് ഇന്നല്ലെങ്കിൽ അന്ന്? ഞാൻ ചോദിച്ചോട്ടെ, അല്ലല്ലോ ഞാൻ സനീഷ, ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ ഈ ചർച്ച നടക്കുമ്പോൾ കേരളത്തിൽ 2 തെരഞ്ഞെടുപ്പ് കേരളത്തിൽ നടന്നില്ലേ? നിങ്ങൾ ഏതാണ്ട് ഒരു 7-8 വർഷക്കാലത്തിന് മുമ്പ് നടന്ന ഒരു സംഭവത്തെക്കുറിച്ചല്ലേ നിങ്ങളിത് പറയുന്നത്? ഈ കേരളത്തിൽ അവർ മുന്നണി വിട്ടു, ആ മുന്നണി വിടാൻ പോകുന്ന സന്ദർഭത്തിൽ നമ്മൾ നടത്തിയ ചർച്ചകളെല്ലാം വേറൊന്നും അല്ലായിരുന്നല്ലോ. ഈ ബാർ കേസ് കോഴയും അവിടെ വിളിച്ച മുദ്രാവാക്യവും അല്ലെങ്കിൽ നിയമസഭയിൽ നടത്തിയ കാര്യങ്ങളും എല്ലാം വെച്ചുകൊണ്ടാണ് നിങ്ങൾ ചാനലുകൾ മാറി തിരിഞ്ഞു സ്പെഷ്യൽ ചർച്ചകൾ വരെ സംഘടിപ്പിച്ചു. ഈ ചാനലും നിങ്ങൾ ന്യൂസ് 18 സംഘടിപ്പിച്ചു. ഈ ചർച്ചയെല്ലാം കഴിഞ്ഞാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടന്നു. ഞങ്ങൾ യോജിച്ചൊരു മുന്നണി എന്നുള്ള നിലയിൽ ആ പാർട്ടിയുമായി ചേർന്നു. ബഹുമാനപ്പെട്ട ശ്രീകുമാർ സാർ പറഞ്ഞ പോലെ കേരള കോൺഗ്രസ് പാർട്ടിയെല്ലാം മാർക്സിസ്റ്റ് വിരുദ്ധമാണ്, ഇടതുപക്ഷ വിരുദ്ധമാണെങ്കിൽ ഞങ്ങളും അവരുമായി ചേർന്ന് നടന്നിട്ടുള്ള സെമി ഫൈനലായിരുന്നു അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് കോട്ടയം ജില്ലാ പഞ്ചായത്ത് അടക്കം ജയിക്കാൻ കഴിഞ്ഞ, ഇടുക്കി ജില്ലാ പഞ്ചായത്ത് അടക്കം ജയിക്കാൻ കഴിഞ്ഞ വിജയം നേടാൻ കഴിഞ്ഞത് ഈ ഐക്യത്തിലൂടെയാണെന്ന് തർക്കമില്ലല്ലോ. അതിനുശേഷം നടന്നിട്ടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പ് സമയത്തെല്ലാം നിങ്ങൾ കൊണ്ടുപോയി ഈ CD എല്ലാം ജനങ്ങളെ കേൾപ്പിച്ചതല്ലേ? ഇതെല്ലാം കേരള കോൺഗ്രസിന്റെ അണികളും ഞങ്ങൾ വോട്ട് ചെയ്തു, ഇടതുപക്ഷക്കാരെല്ലാം ഞങ്ങൾ ഉജ്ജ്വലമായിട്ടുള്ള ജനങ്ങളെ ഞങ്ങളെ ഒരു അവിശ്വാസവും ജനങ്ങൾക്കില്ല. പിണറായി വിജയൻ കിറ്റും കൊടുത്ത്, കിറ്റും റേഷനരിയും ഒക്കെ കൊടുത്ത്, കേന്ദ്ര ഗവൺമെന്റ് കാശ് കൊണ്ട് റേഷനരിയും കൊടുത്ത് കേരളത്തിലെ 3.5 ലക്ഷത്തോളം കോടി രൂപ കടക്കണിയിലാക്കിയിട്ട് ജനങ്ങളുടെ വോട്ടൊക്കെ മേടിച്ച് ജയിച്ചിട്ടുണ്ടെന്നുള്ള സത്യമാണ്. ഞാൻ സമ്മതിച്ചു. സൗജന്യമായിട്ട് കിട്ടിയ അരിയാണ്. ഇത് കാശ് കിട്ടി ഇങ്ങനെ കിറ്റ് കൊടുത്ത് വോട്ട് മേടിച്ചിട്ടുണ്ട്, ജയിച്ചിട്ടുണ്ട്, കൊടുത്തത്. പക്ഷെ അരി മാത്രമല്ല കൊടുക്കാൻ. പക്ഷെ അതല്ല ഇവിടെ ചർച്ച ചെയ്യേണ്ട കാര്യം. അധികാരത്തിൽ വന്നാലും വന്നില്ലേലും ഒരു മുന്നണി പ്രവർത്തനമാണ് ഇവിടെ ചർച്ച ചെയ്യേണ്ട പ്രശ്നം. എന്താ? KM മാണി എന്ന് പറയുന്ന അന്തരിച്ചു പോയ മാന്യനായ ഒരു നേതാവിന്, ഞാൻ അദ്ദേഹം കൈക്കൂലിക്കാരനാണെന്ന് വിശ്വസിക്കുന്നത് തന്നെയാണ്, അതിപ്പോ അഭിപ്രായം ഒന്നും മാറ്റുന്നില്ല. പക്ഷെ മരിച്ചു കഴിഞ്ഞപ്പോഴെങ്കിലും അദ്ദേഹത്തെ അപമാനിക്കാതിരിക്കണ്ടേ? അദ്ദേഹത്തിന്റെ ഭാര്യ ഉൾപ്പെടെ മകന് എന്തുവാട്ടെ സ്ഥാനത്തിന് വേണ്ടി നിങ്ങളുടെ പുറകെ നടന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ ഭാര്യ ഇപ്പോഴും ഇരിപ്പില്ലേ? ആ കുട്ടിയമ്മച്ചടുത്തോടെങ്കിലും ഒരു സ്നേഹം കാണിക്കണ്ടേ? KM മാണി അഴിമതിക്കാരനാണെന്നും മറ്റും ഇന്ത്യയുടെ ഏറ്റവും വലിയ നീതിപീഠത്തിന് മുമ്പിൽ കൊണ്ട് സത്യവാങ്മൂലം കൊടുക്കാന്ന് പറഞ്ഞ എന്തൊരു ക്രൂരതയാ നിങ്ങൾ കാണിക്കുന്ന ചിത്രം. മനുഷ്യത്വം ഉണ്ടോ നിങ്ങൾക്ക്? ആ മനുഷ്യനെ ഉപേക്ഷിക്കുന്നേ നിങ്ങൾ. അതിന് പകരം അദ്ദേഹത്തെ കൊള്ളക്കാരന് ഞാൻ കേരള കോൺഗ്രസ് ചിന്താഗതിക്കാരൻ, അതുകൊണ്ടാണ് ഇത് പറയുന്നത്. ഞാൻ ഒരു നിമിഷം PC ജോർജ് താങ്കളിലേക്ക് വരാം. ശ്രീ ശ്രീകുമാർ, ഇത് ഇങ്ങനെ സ്ഥാപിച്ചു പോകാനാകുമെന്നാണ് അദ്ദേഹം വിചാരിക്കുന്നത്, CPM വിചാരിക്കുന്നത്. ഇതല്ലാതെ ഈ കേസ് തന്നെയും ഒന്ന് വിചാരണ നടപടികളിലേക്ക് അങ്ങ് പോയിട്ട് പരിപൂർണമായിട്ട് അവസാനിക്കട്ടെ എന്നതല്ലേ അവർക്ക് എടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല നിലപാടായിരിക്കുക? ശ്രീ ശ്രീകുമാർ. സനീഷ, ഇന്ന് രാവിലെ LDF കൺവീനർ പറഞ്ഞ ഒരു കാര്യമുണ്ട്. വസ്തുതകളാണ് വക്കീല് സുപ്രീം കോടതിയിൽ പറഞ്ഞത്. അപ്പൊ വസ്തുതകൾ എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ? നമ്മൾ ആലോചിച്ചത് അത് നിങ്ങൾ ക്ലിപ്പ് എടുത്ത് നോക്കിയാൽ വസ്തുതകളാണ് പറഞ്ഞതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ എന്റെ സുഹൃത്ത് ചിത്രഞ്ജൻ ഇപ്പൊ ഒരു കാര്യം പറഞ്ഞു. ഞാൻ ആജന്മ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയാണ് കേരള കോൺഗ്രസിന്റെ പിറവിക്ക് നിദാനം എന്ന് പറഞ്ഞത് തെറ്റല്ല. ഞാൻ പറഞ്ഞത് അതാണ്, ആജന്മ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമാണ് കേരള കോൺഗ്രസിന്റെ പിറവിക്കെന്ന് ഞാൻ പറഞ്ഞു എന്നുള്ള ശരി. ഇടതുപക്ഷ മുന്നണിയിൽ 1980 KM മാണി വന്ന ശേഷം അന്ന് CPM കൈക്കൊണ്ട നിലപാട് മൂലമാണ് അദ്ദേഹവും കോൺഗ്രസ് പാർട്ടിയും ആ മുന്നണി വിട്ടുപോയത്. അത് നമ്മൾ മനസ്സിലാക്കണം. അതേ സാഹചര്യം ഇപ്പൊ വന്നിരിക്കുകയാണ്. ആ സാഹചര്യത്തില് അന്ന് ആന്റണിയെയും കൂട്ടരെയും CPM പരിഹസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു കാരണമായത്.
അതുപോലെ തന്നെ ഡൽഹി ചന്ദ്രശേഖരന്റെ ഭരണകാലത്ത് രാജീവ് ഗാന്ധിയെ അവഹേളിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് കോൺഗ്രസ് ആ ഭരണത്തിന് പിന്തുണ പിൻവലിച്ചത്. അതുപോലെ ഇപ്പോ ജോസ് കെ മാണിയെ അവഹേളിച്ചുകൊണ്ടിരിക്കുന്ന CPM അവഹേളിക്കുക വെച്ചാൽ പരസ്യമായിട്ട് അവഹേളിക്കുകയല്ല. ഇത് പറഞ്ഞാൽ പോരെ, സ്വന്തം കേരള കോൺഗ്രസ് ജോസ് കെ മാണിയുടെ പാർട്ടിയുടെ ജനഹിതാവ് അഴിമതിക്കാരനാണെന്ന് പരമോന്നത സുപ്രീം കോടതിയിൽ പറഞ്ഞു. അതിന്റെ മുകളിൽ വേറെ കോടതി ഇല്ലല്ലോ. അവിടെ പോയി പറഞ്ഞിട്ട് അത് മറ്റേ ധനകാര്യമന്ത്രി എന്നാണ് പറഞ്ഞത്, മാണിസാർ എന്ന് പറഞ്ഞിട്ടില്ല, KM എന്ന് പറഞ്ഞിട്ടില്ല, എന്നൊന്നും പറഞ്ഞില്ല, യാതൊരു അർത്ഥമില്ല. പക്ഷെ ആദ്യം പറഞ്ഞ അത് ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. എന്താ അറിയോ, ഇവർക്കിതൊരു വിഷയമല്ല CPM-ന്. കാരണം ഇത് എത്ര ചർച്ച ചെയ്താലും ശരി ഭരണം സുഗമമായി കൊണ്ടുപോകാൻ CPM-ന് സാധിക്കും. കേരള ജോസ് കെ മാണിയുടെ പിന്തുണ വേണ്ട. അതുകൊണ്ട് ജോസ് കെ മാണിക്ക് വേണമെങ്കിൽ നിൽക്കാം, അല്ലെങ്കിൽ പോകാം. ജോസ് കെ മാണി പോകുമോ? എവിടേക്കാണ് പോകേണ്ടത്? പോകാൻ കഴിയില്ല. അപ്പൊ അവരെ സംബന്ധിച്ചോളം CPM ഇപ്പൊ ജോസ് കെ മാണി എന്ന് പറഞ്ഞ എന്താ, CPM അങ്ങനെ പറഞ്ഞിട്ടില്ലെന്ന്. ഒരു ഗതികേട് നോക്കൂ, ആ മനുഷ്യന്റെ ഗതികേട് നോക്കൂ. അതായത് ധനകാര്യമന്ത്രി അഴിമതിക്കാരനാണെന്ന് എല്ലാ പത്രങ്ങളും പറഞ്ഞിരിക്കുക. രാവിലെ LDF കൺവീനർ പറഞ്ഞ പത്രങ്ങളുടെ സൃഷ്ടിയാണെന്ന്. അത് തന്നെ ശരിക്ക് കോടതിയിൽ പറഞ്ഞൊരു കാര്യം പത്രങ്ങൾ ഉണ്ടാക്കി പറയാതെ പറഞ്ഞതിന്റെ കോടതി ലക്ഷ്യമാണ്. പത്രങ്ങളുടെ സൃഷ്ടിയാണെങ്കിൽ എല്ലാ പത്രവും ഒരേപോലെ രാത്രിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. എല്ലാ പത്രത്തിലും എല്ലാ ചാനലിലും അംഗീകരിക്കാൻ ജോസ് കെ മാണിക്ക് കഴിയാത്തതിന്റെ കാരണം രാഷ്ട്രീയ സാഹചര്യത്തിൽ അവരനുഭവിക്കുന്ന ആ ഒരു ഗതികേട് തന്നെയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ശ്രീകുമാർ ഇടപെടുന്നത് എനിക്ക് സമയം വളരെ കുറച്ചേ ഉള്ളൂ എന്നുള്ളതാണ്. ശ്രീ ചിത്തരഞ്ജൻ, അങ്ങനെ ഒരു ഗതികേടിലേക്ക് അവരെ ഇനിയും കൊണ്ടുചെന്ന് വിടാമോ? ഇന്നിപ്പോൾ ഈ TV ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ വിളിച്ചപ്പോൾ ആ പാർട്ടിയുടെ നേതാക്കൾക്ക് വരാൻ പറ്റുന്നില്ല. എനിക്ക് തോന്നുന്നു എവിടെയും ആ പാർട്ടിയുടെ നേതാക്കൾ പോയിട്ട് എന്ത് പറയാനാണ്? അതുകൊണ്ട് പോകാൻ അവർ തയ്യാറല്ല. അങ്ങനെയൊരു ഗതികേടിലേക്ക് ആ പാർട്ടിയെ ഇനിയും കൊണ്ടുപോകാതെ, ഏതായാലും ഈ സംഭവങ്ങൾ അക്രമ സംഭവങ്ങളാണ്, നാട്ടുകാരെല്ലാം കണ്ടതാണ്, ആ കേസ് അതിൻ്റെ വിചാരണ നടപടികളിലേക്ക് സ്വാഭാവികമായിട്ട് പോയിട്ടങ്ങ് പര്യവസാനിക്കട്ടെ എന്ന് വിചാരിക്കുന്നതല്ലേ നല്ലത്? അല്ലെങ്കിൽ എല്ലാ കാലത്തും അവരിങ്ങനെ അപമാനിക്കപ്പെടുകയില്ലേ ശ്രീ ചിത്തരഞ്ജൻ? നിങ്ങൾ എത്രയൊക്കെ ശ്രമിച്ചാലും സനീഷെ, നിങ്ങൾ എത്രയൊക്കെ ശ്രമിച്ചാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നുള്ള നിലയിൽ ഞങ്ങളും കേരള കോൺഗ്രസ് പാർട്ടി അടങ്ങുന്നതാണെന്ന് LDF ഞങ്ങൾ വളരെ സുദൃഢമായ ബന്ധത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. നിങ്ങൾ എത്ര ശ്രമിച്ചാലും ആ പാർട്ടിയെ ചാടിക്കാമെന്നോ ഈ മുങ്ങിക്കൊണ്ടിരിക്കുന്ന കോൺഗ്രസിൻ്റെ കൂടെ കയറാൻ ആരെങ്കിലും വരുമോ? കോൺഗ്രസിൻ്റെ കൂടെ ചേർന്നിട്ട് ബഹുമാനപ്പെട്ട PC-ക്ക് അറിയാം, അതിൻ്റെ കൂടെ ചേർന്നിട്ട് ഇനി എന്താ ഗതി? ഈ കേരളത്തിൽ എന്ത് കാണിക്കുമെന്നാണ്? കേരളത്തിൽ കോൺഗ്രസിന്റെ മുന്നണിയിലേക്ക് ഇനിയിപ്പോൾ അവരങ്ങോട്ട് ചെല്ലുമെന്ന് ഇവർ പ്രതീക്ഷിച്ച് നടന്നിട്ടൊന്നും ഒരു കാര്യമില്ല എൻ്റെ ശ്രീമാൻ സാറേ. അതിലേക്കൊന്നും ആരും വരുത്തില്ല. ഉള്ളവരെങ്കിലും കൂടെ നിർത്താൻ വേണ്ടി നിങ്ങൾ നോക്ക്. അവരും പലരും ഞങ്ങൾ ഒന്ന് കണ്ണുകൾ ഇറുക്കിയാൽ മതി, ഇങ്ങോട്ട് വരാൻ തയ്യാറായി ബാഗെടുത്ത് വെച്ചോണ്ട് നിൽക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം മുന്നണി ഞങ്ങളൊന്നും വിപുലീകരിക്കാൻ ആഗ്രഹിക്കത്തില്ല. ഞങ്ങൾക്ക് ജനങ്ങൾ നല്ല മാൻഡേറ്റ് തന്നിട്ടുണ്ട്. കേരള കോൺഗ്രസ് പാർട്ടി ഞങ്ങളുടെ മുന്നണിയിലെ 3ാമത്തെ പാർട്ടിയാണ്. ഒരു മന്ത്രിയും ചീഫ് വിപ്പ് അടക്കമുള്ള പദവികളുണ്ട്. ഇനിയിപ്പോൾ നിരവധി വേറെ ഉത്തരവാദിത്തങ്ങൾ വരും. ഞങ്ങൾ ഒന്നിച്ചങ്ങ് മുന്നേറും. ആ മുന്നേറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ വരെ ഇടതുപക്ഷത്തിന് കടന്നു ചെല്ലാൻ കഴിയാതിരുന്ന മേഖലയിലും അതോടൊപ്പം തന്നെ ജനാധിപത്യ ശക്തികളുടെ ഇടയിലും എല്ലാം നല്ല സ്വാധീനം ഉണ്ടാക്കിക്കൊണ്ട് തന്നെ പോകും. നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് അവരനുഭവിച്ച ഈ ചതിയുണ്ടല്ലോ, ആ പാർട്ടിയെയും അതിൻ്റെ നേതാവിനെയും എല്ലാം നിങ്ങൾ നടത്തിയിട്ടുള്ള ചതിപ്രയോഗം അതവർ മനസ്സിലാക്കിയത് കൊണ്ടാണ് അവർ നിങ്ങളുടെ മുന്നണി വിടാൻ തയ്യാറായത്. അവർ ഞങ്ങളോടൊപ്പം സഹകരിക്കാൻ തയ്യാറായത്. അതുകൊണ്ട് ഞങ്ങൾ ആ പാർട്ടി ഒന്ന് വിട്ടുകൊടുത്തേര് എന്ന് സനീഷ് എത്ര പറഞ്ഞാലും അവർ പോകാനും പോകുന്നില്ല. ഞങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മാന്യമായി തന്നെയാണ് അവരെ ഞങ്ങൾ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നത്. ഞങ്ങൾ ഈ മുന്നണി എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്? ഞങ്ങൾക്ക് വേണമെങ്കിൽ CPIക്ക് CPM-നും കൂടെ അതാണ് ഒരു നിമിഷം PC ജോർജ്, അത് CPM-നും കൂടെ വേണമെങ്കിൽ എല്ലാ മന്ത്രിസ്ഥാനം പങ്കിട്ടെടുക്കാറുണ്ടല്ലോ. ആണ് സാധിക്കും. അതൊരു പോയിന്റ് ആണ് ശ്രീ ചിത്രഞ്ജൻ. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ PC ജോർജ് അത് സമ്മതിച്ചു കൊടുക്കണ്ടേ? ശ്രീ PC ജോർജ്, അതായത് സാധാരണഗതിയിൽ CPM ഒരാളോട് ശത്രുത പ്രഖ്യാപിച്ചാൽ എല്ലാ കാലത്തും ശത്രുതയാണ്. പക്ഷേ ഇതാ KM മാണി അന്ന് അഴിമതിക്കാരനായിരുന്നെങ്കിൽ ഇപ്പോൾ അഴിമതിക്കാരനല്ല എന്ന് പറയാൻ പോലും തയ്യാറായിട്ട് ആ പാർട്ടിയോട് സ്നേഹം കാണിക്കുന്നില്ലേ? എന്താന്ന് ചോദിച്ചാൽ KM മാണി എന്ന് പറയുന്നത് കാർഷിക മേഖലയായിട്ട് വളരെയേറെ ബന്ധപ്പെട്ട ഇവിടുത്തെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ഒരു അപ്രഖ്യാപിത ലീഡറും കൂടെ അദ്ദേഹത്തിന്റെ ആത്മാവ് ആണ് ഇപ്പോഴത്തെ പ്രശ്നം. അദ്ദേഹത്തിന്റെ പേരിലുണ്ടായ പാർട്ടിയാണ് ജോസ് കെ മാണിയുടെ പാർട്ടി. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, KM മാണി ജീവിച്ചിരുന്നപ്പോൾ ഒരു പ്രാവശ്യം 80-ൽ നായനാർകുടത്തി മന്ത്രിയായി 2 കൊല്ലം തികയുന്നതിന് രാജിവെച്ച് പിരിഞ്ഞു. അതിനുശേഷം KM മാണി മരിക്കുന്ന നിമിഷം വരെയും തീണ്ടിയിട്ടില്ല. അദ്ദേഹം മുഖ്യമന്ത്രി കസേരയിൽ വരുന്ന സാഹചര്യത്തിൽ ഇടതുപക്ഷം അംഗീകരിച്ച് അതിന് ചർച്ച നടത്തിയ ആള് ഞാനാ.
അതുപോലും രാത്രി 9 മണിക്ക് സംബന്ധിച്ച് രാവിലെ 6 മണിക്ക് അദ്ദേഹം അതിൽ നിന്ന് പുറകോട്ട് പോയി. മുഖ്യമന്ത്രി സ്ഥാനം വേണ്ടെന്ന് വെച്ചു. അപ്പൊ ഒരു കാരണവശാലും KM മാണി എന്ന് പറയുന്ന വ്യക്തി ജീവിച്ചിരുന്നപ്പോൾ CPM ബന്ധപ്പെട്ടിട്ടില്ല. ആ ബന്ധപ്പെടുന്നത് എതിരുണ്ടായിരുന്ന KM മാണിയെ ആ മലയിലാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച ജോസ് കെ മാണിയാണ് ഇപ്പോ ചാടിക്കേറി LDF ചേർന്നിരിക്കുന്നത്. ഒരു കുഴപ്പമില്ല, അദ്ദേഹം അവിടെ പോട്ടെ, എനിക്ക് തർക്കമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, കേരള കോൺഗ്രസ് വികാരം എന്ന് പറയുന്നത് KM മാണി തന്നെയാണ്. ഞാൻ അദ്ദേഹത്തെ ഏറ്റവും എതിർക്കുന്നയാളാണ്, നിങ്ങൾക്ക് എല്ലാം അറിയാം. പക്ഷെ മരിച്ചു കഴിഞ്ഞാൽ ബഹുമാനിക്കാനുള്ള മര്യാദ ഞാൻ കാണിച്ചോണ്ട് ഞാൻ ഒന്നും മിണ്ടാറില്ല. ഒരു കാര്യമുണ്ട്, അദ്ദേഹത്തിന്റെ ആത്മാവിനെ പുച്ഛിച്ച് തള്ളിയാൽ അദ്ദേഹത്തോട് സ്നേഹിക്കുന്ന ജോസ് കെ മാണിക്ക് സ്ഥാനമാനത്തിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുവോ? ഇടതുപക്ഷത്തിന് കൂടത്തിൽ പോവാം, ആറ് കൂടത്തിൽ പോവാം. ഞാൻ ചോദിക്കട്ടെ, ജോസ് കെ മാണി എന്തിനാണ് UDF വിട്ടുപോയത്? ബെന്നി ബെഹനാന്റെ ഒരു പ്രസ്താവനയുള്ള അമർഷം രേഖപ്പെടുത്തി, ബെന്നി ബെഹനാനും രമേശ് ചെന്നിത്തലയും പറഞ്ഞ ചില വാക്കുകളിലുള്ള അമർഷം രേഖപ്പെടുത്തിയാണ് അവിടുന്ന് ആടി LDF എടുത്ത് കൈ നീട്ടിയിരിക്കുകയായിരുന്നു പിണറായി വിജയൻ ഏതെങ്കിലും കൃത്യാനി ഉറവത്തിനെ കിട്ടാൻ വേണ്ടി കൈ കിട്ടി എടുത്തോണ്ട് പോയതാ. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ വികാരം കൊണ്ട ജോസ് കെ മാണിയും ജോസ് കെ മാണിയുടെ പാർട്ടിയും, ആ പാർട്ടി ഇതിപ്പോ അപമാനിതരാകാനുണ്ടോ? KM മാണി എന്ന് പറഞ്ഞ അവരുടെ ആത്മീയ നേതാവിന്റെ ആത്മാവിനെ പോലും കുത്തിക്കൊണ്ട് കള്ളനെന്ന് പരമോന്നതമായ നീതിപീഠത്തിന് വിളിച്ച CPMന്റെ പിണറായി വിജയന്റെ മുഖത്ത് നോക്കി വർത്തമാനം പറയുന്നതിന് പകരം ആ ക്യാബിനറ്റിൽ പോയി ഇരിക്കാൻ എങ്ങനെ മരിക്കും നമ്മുടെ? എനിക്കറിയില്ല. റോഷിയേഴ്സിനെ കയ്യിലെടുത്ത് വളർത്തുക KM മാണി, അറിയാമോ? പാലായി കിടന്ന് റോഷിയേഴ്സ് ഇടുക്കിക്കൊണ്ട് MLA ആക്കിയവരാണ് KM മാണി. ആ KM മാണിയെ കള്ളൻ എന്ന് വിളിക്കുന്ന പിണറായിയുടെ കൂടത്തിൽ ക്യാബിനറ്റിൽ ഇരിക്കാൻ നാണവും മാനവും ഉണ്ടോ റോഷിയേഴ്സിന്? ഇവിടെ കുറിപ്പിന്റെ മകനായിരുന്നു നമ്മുടെ ചീഫ് ജയരാജൻ. നല്ല മനുഷ്യൻ, നല്ല ചെറുപ്പക്കാരന്. അവന്റെ ആത്മാവ് അല്ല, പിന്നെ ഹൃദയം വേദനിക്കണമെന്ന് എനിക്കറിയാം. ഞാൻ സംസാരിക്കുന്ന ഇവരോടൊക്കെ ഹൃദയവേദനയോട് തുടരുക CPM കൂടത്തിൽ, മനസ്സിലായില്ലേ? എന്നിട്ട് വർത്തമാനം പറയുക ഇത് വലിയ ആന കാര്യമാണെന്ന്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിണറായി സർക്കാരിന്റെ അധപ്പതനം തുടങ്ങിക്കഴിഞ്ഞു. ആ അധപ്പതനം ഇവിടെ ചിത്രരഞ്ജൻ പറഞ്ഞ പോലെ വലിയ ഒന്നും പറയണ്ട. ഇവിടെ അരിയും കിറ്റും പെൻഷൻ കൊടുത്ത് തക്കാലം വോട്ടൊക്കെ പിടിച്ചു. ആ വോട്ടൊക്കെ എവിടെ നിന്നൊക്കെ ജനം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. ഒരു സംശയം വേണ്ട, ശക്തമായ ഇടപെടൽ ഉണ്ടാവും. ഇത് പിണറായി വിജയൻ സർക്കാരിന്റെ പതനത്തിന്റെ ആരംഭം കുറിക്കുന്ന സംഭവമായി KM മാണിയുടെ ആത്മാവിന്റെ വേദന ഉണ്ടാവും. ഒരു സംശയം വേണ്ട. ശരി, വളരെ നന്ദി ശ്രീ PC ജോർജ്. ശ്രീ PP ചിത്രരഞ്ജൻ, അത്രയും അദ്ദേഹം പറഞ്ഞതുകൊണ്ട് താങ്കൾക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. 1 മിനിറ്റ് ഉണ്ട്. അല്ല, അദ്ദേഹത്തിന് ഇപ്പോ എന്ത് വേണമെങ്കിലും പറയാമല്ലോ. കാരണം അദ്ദേഹത്തിന് ആരോടും ഇല്ലാത്തതാണ്. അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ എന്തായാലും ശരി, ഞങ്ങളിപ്പോ എന്തായാലും PC എടുക്കാൻ തീരുമാനിച്ചിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ എന്തായാലും തീരുമാനിച്ചിട്ടില്ല. അല്ല, അങ്ങനെ കടുപ്പിച്ച് പറയരുത്. ഞങ്ങളെ ബഹുമാനപ്പെട്ട PC വിഷമിപ്പിക്കരുത്. അല്ല, അങ്ങനെ പറയരുത്. അങ്ങനെ PC പറയരുത്. ഇതിന്റെയൊക്കെ ക്ലിപ്പ് കിടക്കും. രാഷ്ട്രീയമാണ്. പിണറായി വിജയൻ തന്നെ ഞങ്ങളെ നയിക്കും. പിണറായി വിജയൻ തന്നെ ഞങ്ങളെ നയിക്കും. ഇന്ന് രാത്രി അതെ, എല്ലാവരുമായി PC നല്ല ബന്ധമല്ലേ? PC ഇന്നൊരു വിളി വിളിച്ചാൽ PC രാവിലെ എത്തുമെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷെ ഞങ്ങൾക്ക് ഇപ്പൊ ഞങ്ങൾ ഇപ്പൊ ആവശ്യമില്ല. ഞങ്ങൾ വളരെ അച്ചടക്കത്തോടെ ചിട്ടയോടുകൂടി ഒരു മുന്നണി എന്നുള്ള നിലയിൽ ഒരു ഗവൺമെന്റുമായി ഞങ്ങൾ നല്ല ഭംഗിയായി പോവുകയാണ്. അച്ചടക്കം ഒന്നും ഇല്ലാത്തവരെ ആരെയും ഞങ്ങൾ കൊണ്ടുവരത്തില്ല. അത് എത്ര ശ്രമിച്ചാലും ശരി. ഇപ്പോ ഇനി UDF വേണ്ടി പുറത്ത് സംസാരിച്ച് നോക്ക്. കാര്യം മാറിയ സാഹചര്യത്തിൽ ചിലപ്പോൾ PC അവരെങ്കിലും എടുത്താൽ അത്രയും നല്ലത്. ഞാൻ പറഞ്ഞത് എനിക്ക് വ്യക്തിപരമായി ഇഷ്ടമുള്ള ഒരാളാ. അതുകൊണ്ട് അങ്ങേ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ എന്തെങ്കിലും UDF വേണ്ടി നന്നായി 2 എണ്ണം അടിച്ചു നോക്ക്. ചിലപ്പോ അവരെടുത്താലോ മറ്റേ ഈ പുതുപ്പള്ളിയിലെ അറിയാലോ, അങ്ങ് അവിടെ കാഞ്ഞിരപ്പള്ളിയിലെല്ലാം കോൺഗ്രസ്സുകാർ നടത്തിയ പ്രകടനം അറിയാലോ. അല്ല, കോൺഗ്രസ്സുകാർ അങ്ങക്കെതിരായി നടത്തുന്ന പ്രകടനക്കാരും അറിയാലോ. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഈ ചാൻസ് ഉപയോഗിച്ച് UDF കേറാൻ പറ്റുമെന്ന് നോക്കുക. അതുകൊണ്ട് മാണി സാറിന്റെ ആത്മാവിനെ വിട്ടേക്കുക. മാണി സാറിന്റെ പാർട്ടിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ തന്നെ കാണും. അവർ ഞങ്ങളുടെ ഏറ്റവും പ്രബലമായ പാർട്ടിയാണ്. ഞങ്ങളുമായി ഏറ്റവും നല്ല ബന്ധത്തിൽ പോകുന്ന പാർട്ടിയാണ്. ഈ കട്ടല് കണ്ട് നിങ്ങൾ കേരള കോൺഗ്രസ് എന്നുള്ള ഇത് കണ്ട് പനിക്കേണ്ടത് മാത്രമാണ്.
ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ നന്നായി യോജിച്ച് പ്രവർത്തിച്ച് കേരളത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും. പിസിക്ക് എന്ത് വേണമെങ്കിലും പറയാൻ, കാരണം അങ്ങയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയെങ്കിലും യു.ഡി.എഫ് കയറാൻ പറ്റുമെങ്കിൽ അങ്ങ് നോക്കുക. എനിക്ക് സന്തോഷമുള്ളൂ. വളരെ നന്ദി. നമുക്ക് അവസാനിപ്പിക്കാം. ശ്രീ ചിത്തരഞ്ജൻ, ശ്രീ പി സി ജോർജ്, വളരെയധികം നന്ദി. ശ്രീ പി ചിത്തരഞ്ജൻ ഞങ്ങളോട് സംസാരിച്ചതിന് വളരെ നന്ദി. ശ്രീ പി സി ജോർജ് ഈ ചർച്ചയിൽ പങ്കെടുത്ത് ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞതിന് വളരെ നന്ദി. അഡ്വക്കേറ്റ് രാജകുമാർ, ശ്രീ എൻ ശ്രീകുമാർ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. CPM അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. നേരത്തെ ആക്ടിംഗ് സെക്രട്ടറി എ വിജയരാഘവൻ പറഞ്ഞ കാര്യത്തിൽ തന്നെയാണ്. അദ്ദേഹത്തെ അപമാനിച്ചിട്ടില്ല, KM മാണി അപമാനിച്ചിട്ടില്ല. പക്ഷേ ഈ കേസ് അതിൻ്റെ വഴിക്ക് തുടരുകയും ചെയ്യും എന്നതാണ് അവരുടെ നിലപാട്. വരും ദിവസങ്ങളിൽ ഈ കേസിൻ്റെ ഒരു ദിശയുണ്ട്. KM മാണിയുമായി ബന്ധപ്പെട്ട കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് എന്ത് നിലപാട് സ്വീകരിക്കും എന്നത് അറിയാനുള്ളൊരു ദിശ കൂടെയുണ്ട്. അങ്ങനെ രാഷ്ട്രീയമായിട്ടും നിയമപരമായിട്ടുമൊക്കെ കൂടിക്കുഴഞ്ഞ് കിടക്കുന്ന ഒന്നിലേറെ വിഷയങ്ങൾ, പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയങ്ങളുള്ള ഒരു സംഭവ വികാസമാണിത്. ഇക്കാര്യത്തിൽ വരും ദിവസങ്ങളിലെ ചർച്ചകൾ കൂടെ, ആളുകളുടെ വർത്തമാനങ്ങൾ കൂടെ നമുക്ക് കേൾക്കേണ്ടതുണ്ട്. വളരെയധികം നന്ദി 4 പേർക്കും. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.